ഓക്കെ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സോ കഴിഞ്ഞ സെഷൻ അറ്റൻഡ് ചെയ്യാതെ, ലൈക്ക് കഴിഞ്ഞ സെഷനിൽ റെക്കോർഡിംഗ് കേൾക്കാതെയോ ലൈവ് ഇരിക്കാതെയോ ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഈ സെഷനിൽ ആദ്യമായിട്ട് നമ്മുടെ സെഷന് വരുന്ന ആൾക്കാരുണ്ടോ? ഇല്ലേ? ഇല്ല. റെക്കോർഡിങ്സ് അല്ലെങ്കിൽ ലൈവിൽ ഇരുന്ന ആൾക്കാർ തന്നെയുള്ള എല്ലാവരും ചാറ്റ് ഞാൻ ബോക്സിൽ പറയും. ലൈവിലുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. കഴിഞ്ഞ സെഷൻ അറ്റൻഡ് ചെയ്യാതെ ഈ സെഷനിൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഫൈൻ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ തന്നെ ഈ സെഷനും ബേസിക്സ് ആണ്. നമ്മൾ ബേസിക്സിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ. നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ ആദ്യം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പറഞ്ഞാൽ ജസ്റ്റ് അറൗണ്ട് ഈ ഒരു ഫോറക്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്, ഡീറ്റെയിൽസ് മാത്രമാണ് അറിഞ്ഞത്. ഇനി കുറച്ച് കൂടുതൽ ടെർമിനോളജീസ്, അതുപോലെ കറൻസി പെയർ എന്താണ്, ബൈ, സെൽ, അതേപോലെ ബാക്കിയുള്ള കുറച്ച് ടെർമിനോളജീസ് ആണ് നമ്മുടെ ഈ ബേസിക്സിന്റെ സെക്കൻഡ് സെക്ഷനിൽ വരുന്നത്. ഓക്കെ. പക്ക ബിഗിന്നർ ലെവലായിട്ടുള്ള ക്ലാസ് തന്നെയാണ് ഈ ഒരു സെഷനും ഉണ്ടായിരിക്കാം. ഓക്കെ, ഫൈൻ. ക്ലിയർ അല്ലേ? ഇല്ലയാ? ഓക്കെ. പിന്നെ വേറൊരു കാര്യം, ഫോർ ഓൾ, നിങ്ങൾ എല്ലായിടത്തും കൂടി പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അത് ആക്ച്വലി നിങ്ങൾക്കും വേണ്ടിയിട്ട്, അതായത് ഈ ഒരു ക്ലാസ്സിലുള്ളവരും അല്ലാത്തവരൊക്കെ ആയിട്ടുള്ള മൊത്തം ഒരു കമ്മ്യൂണിറ്റിക്കും വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുമായി റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സും കാര്യങ്ങളും അവിടെ നിങ്ങൾക്ക് ചോദിക്കാം. ആ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ. നിങ്ങളുടെ ഡിസ്കഷൻസ്, അതേപോലെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ എന്തെങ്കിലും വീഡിയോസ് ആവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും മീമുകളാവട്ടെ, അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ ഓൾറെഡി ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ഷെയർ ചെയ്യാം. പക്ഷെ ഒരിക്കലും എക്സ്റ്റേണൽ ലിങ്കുകളോ പ്രൊമോഷൻസോ ഒന്നും നിങ്ങൾ അവിടെ ഷെയർ ചെയ്യരുത്. ഓക്കെ. ഇപ്പോൾ ഏതെങ്കിലും ബ്രോക്കറുടെ ലിങ്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊമോഷന്റെ ലിങ്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ അവിടെ ഷെയർ ചെയ്ത്, അത് കംപ്ലീറ്റ്ലി ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ ആ ഇല്ലയാ? പ്ലാറ്റ്ഫോം എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനി ഇങ്ങനെ ഓരോ ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട്സുകളൊക്കെ വരാം. അപ്പോൾ ഒക്കെ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ ചോദിക്കുക. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ചോദിക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ സെയിം ഡൗട്ട് തന്നെ ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കും കൂടി ഇതെന്താവും, ഹെൽപ്ഫുൾ ആവും. ഓക്കെ. ചിലർ ചോദിക്കാൻ മടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം. ഓക്കെ. ചിലർക്ക് ഇത് ചോദിക്കുന്നത്, ഞാൻ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതൊരു പ്രശ്നമാവോ, അല്ലെങ്കിൽ ഒരു മടി തോന്നുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ. അപ്പോൾ ചിലപ്പോൾ അതൊന്നും ഇല്ലാതെ, ലൈക്ക് ആ ഒരു സംശയം ക്ലിയർ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവര് ബാക്കിയുള്ള ആൾക്കാരെയും കൂടി അവിടെ ഹെൽപ്പ് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം, ആ ഒരു ഗ്രൂപ്പ് നിങ്ങൾ ആ ഒരു രീതിയിൽ ട്രേഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതിനൊക്കെ മാക്സിമം പെട്ടെന്ന് തന്നെ അവിടെ നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടും. കാരണം അവിടെ കുറെ മെന്റേഴ്സ് അവിടെ അവൈലബിൾ ആണ്. ഓക്കെ. പ്രൈസ് ആക്ഷനെ കുറിച്ച് ഈ ക്ലാസ്സിൽ പ്രൈസ് ആക്ഷനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ മാക്സിമം നോക്കുന്നത് എന്താ വെച്ചാൽ ബേസിക്സ് മാത്രമാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ യൂട്ടിലൈസ് ചെയ്യുന്നതിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്യില്ലേ? അതൊന്നും കൂടി ആക്റ്റീവ് ആക്കി എടുക്കണം നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റി. ഓക്കെ. ഓക്കെ. സെറ്റ്. സോ നെക്സ്റ്റ്, ഇനി നമുക്ക് നേരെ സെഷനിലേക്ക് വരാം. എൻ്റെ സ്ക്രീൻ കാണുന്നില്ലേ? നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? ആണ്. ഓക്കെ, ഫൈൻ ഫൈൻ. സോ ബേസിക്സ് ഓഫ് ഫോറക്സ് ടു. ഓക്കെ. ഫസ്റ്റ് പാർട്ടിൽ കഴിഞ്ഞ സെഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ നോക്കിയിട്ടുണ്ടായിരുന്നത്? ജസ്റ്റ് ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു റിവൈൻഡ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചാറ്റ് ബോക്സ് പറഞ്ഞാലും മതി. എന്തൊക്കെയാ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പരിചയപ്പെട്ടത്? കറൻസി പെയറിനെ പറ്റിയാണ് കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കറൻസി പെയറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയിട്ടില്ല അല്ലേ? ജസ്റ്റ് കറൻസി ഇല്ല, പെയർ നമ്മൾ എന്ത്. യൂറോം യു എസ് ഡോളറും അതിനെ പറ്റി പറഞ്ഞിരുന്നു. ഓക്കെ. പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ?
ആക്ച്വലി നമ്മൾ ഫോറക്സിന്റെ പക്കാ ബേസിക്സ് അല്ലേ, എന്തൊക്കെ നേട്ടങ്ങളാണ് ഫോറക്സ് മാർക്കറ്റ് കൊണ്ടുള്ളത്, അതുകൊണ്ട് നമ്മുടെ ഒരു ഡേ ടു ലൈഫിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടാവുക. ഓക്കെ, നമുക്ക് സ്റ്റുഡന്റ് ആവട്ടെ, വർക്ക് ചെയ്യുന്ന ആൾക്കാരാവട്ടെ, അവർക്കൊക്കെ ഫോറക്സ് മാർക്കറ്റ് നിൽക്കുന്ന അഡ്വാൻറ്റേജ് എന്താണ് അല്ലേ. അതേപോലെ പിന്നെ നമ്മൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്വന്റി ബേസിക് ഫോർ ആയിട്ടുള്ള അവേഴ്സ് നമുക്ക് ട്രേഡ് എടുക്കാം. മാർക്ക്. അതെ, അതിന്റെ ഒരു എടുക്കാം. പിന്നെ നമുക്ക് ലിവറേജ്, എവിടെ വെച്ച് ഫണ്ടിങ് വേണമെങ്കിലും നമുക്ക് ഓപ്പർച്യൂണിറ്റി ട്രേഡ് ചെയ്യാൻ അല്ലേ. പറ്റും. അതെ അതെ, ആ ഒരു ഫ്രീഡം തരുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതെ. പിപ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഓക്കെ, ക്ലിയർ. സോ ഇന്ന് നമ്മൾ കുറച്ച് ടെർമിനോളജീസിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ നമ്മൾ കറൻസി പെയർ എന്നൊക്കെ പഠിച്ചു. ഈ കറൻസി പെയറിൽ തന്നെ കുറച്ച് ഡിഫറെന്റ് ടൈപ്പ് കറൻസി പെയർ ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിവിധ രാഷ്ട്രങ്ങളുടെ, വിവിധ കൺട്രീസിന്റെ കറൻസീസ് ആണ് ഇവിടെ ട്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാ കൺട്രീസിന്റെയും ഈ പറയുന്ന കറൻസി അല്ലെങ്കിൽ കറൻസി പെയറുകൾ നമ്മൾ എന്ത് ചെയ്യില്ല, ട്രേഡ് ചെയ്യില്ല. നമ്മൾ സ്പെസിഫൈഡ് ആയിട്ടുള്ള കുറച്ച് കറൻസി പെയർ ആയിരിക്കും കൂടുതലും ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യുക. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ എന്താ, അതിന്റെ ഒരു കാര്യം എന്താന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യൻ റുപ്പി അതേപോലെ ഈ ഒരു യൂറോന്റെ ചാർട്ടൊക്കെ എടുത്താണ്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മ? ഉണ്ട്. ആ അതെ, ഓക്കെ. അതിൽ ആ പ്രൈസിൽ വരുന്ന മൂവ്മെന്റ് അല്ലെ, രണ്ടിലും ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് വരുന്ന ആ ഒരു സിനാരിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെ ടൈപ്പ് കറൻസി പെയർ ഉണ്ട് എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള കറൻസി പെയർ ആണുള്ളത്. മേജർ കറൻസി പെയർ, ക്രോസ് കറൻസി പെയർ, എക്സോട്ടിക് എന്നാട്ടോ, ഇക്സോട്ടിക് അല്ല, ഇവിടെ ഇ ആണ്, ടൈപ്പിംഗ് എറർ ആണ് കേട്ടോ. ഓക്കെ, എക്സോട്ടിക് കറൻസി പെയർ, ഇതൊക്കെ ഈ ഒരു PDF ചേഞ്ച് ചെയ്തപ്പോൾ വരുന്ന മിസ്റ്റേക്ക് ആണ്. എഫ് അല്ല, പി ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ആ ഓക്കെ, Yeah. മേജർ കറൻസി പെയർ, ക്രോസ് കറൻസി പെയർ, എക്സോട്ടിക് കറൻസി പെയർ. ഈ ക്രോസ് കറൻസി പെയറിനെ തന്നെയാണ് നമ്മൾ മൈനർ കറൻസി പെയർ എന്നും വിളിക്കുന്നത്. ഓക്കെ, ഇത് മേജർ, മൈനർ, ഇത് എക്സോട്ടിക് കറൻസി പെയർ. ഇതൊക്കെ എന്താണ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഉം. ഓക്കെ അല്ലേ എല്ലാവരും? എന്താ ആർക്കും ഒരു ഉഷാറില്ലാത്ത? ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ മേജർ കറൻസി പെയർ, ഇവിടെ ഞാൻ കുറച്ച് കറൻസി പെയർ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു 7 കറൻസി പെയർസ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ കറൻസി പെയറിലേക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കാണുന്നുണ്ടോ നോക്കിയേ. എന്തെങ്കിലും ഒരു ഒരു സാമ്യത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഇവിടെ കാണുന്നുണ്ടോ നോക്കി. ഉണ്ട്. എന്തുവാ? ഡെന്നി ആ, ഡാനിയൽ, USD. ആ USD വരുന്നുണ്ട്. ഒന്നിക്ക് കോഡ് കറൻസി ആയിട്ട് ആ എങ്ങനെയായാലും അതിൽ USD വരുന്നുണ്ട്. എക്സാക്ട്ലി, എല്ലാത്തിലും എന്തുണ്ട്? അമേരിക്കൻ ഡോളർ അല്ലെ, US ഡോളർ അവിടെ പ്രസന്റ് ആണ്. ഓക്കെ, ഇനി അതുപോട്ടെ, ബാക്കിയുള്ള കറൻസികളൊക്കെ നോക്കിയേ. യൂറോ, GBP ഏതാണ്? ബ്രിട്ടീഷ് പൗണ്ട്, CHF സ്വിസ് ഫ്രാൻസ്, JPY ജപ്പാനീസ് yen. ഓക്കെ, CAD കനേഡിയൻ ഡോളർ, AUD ഓസ്ട്രേലിയൻ ഡോളർ, NSD ന്യൂസിലാൻഡ് ഡോളർ. ഓക്കെ, ഈ രാഷ്ട്രങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താണ്? ഇതൊക്കെ ഒരു ഡെവലപ്ഡ് കൺട്രീസ് ആണോ അതോ ഒരു ഡെവലപ്പിംഗ് കൺട്രീസ് ആണോ? ഡെവലപ്ഡ് യൂറോപ്പ് കൺട്രി ആണ്. ഡെവലപ്ഡ് കൺട്രി. ഡെവലപ്ഡ് കൺട്രീസ് ആണ് അല്ലെ. അതായത് ഡെവലപ്ഡ് കൺട്രീസിലെ കറൻസികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പെയർ ചെയ്ത് ആ ഒരു കറൻസി പെയർ, ആ ഒരു സെറ്റ് ഓഫ് കറൻസി പെയർ ആണ് ആക്ച്വലി എന്ത്, മേജർ കറൻസി പെയർ. ഓക്കെ, അപ്പോ യൂറോ USD അതിനൊരു എക്സാമ്പിൾ ആണ്. GBP USD അതിന് മറ്റൊരു എക്സാമ്പിൾ ആണ്. ഇത്തരത്തിൽ ഈ 7 വരുന്ന കറൻസി പെയർ മാത്രമാണ് നമ്മുടെ മേജർ കറൻസി പെയറിൽ വരിക. ഓക്കെ, ഡെവലപ്ഡ് നേഷൻസിന്റെ കറൻസിനെ എന്ത് ചെയ്തു, പെയർ ചെയ്തു. ആ ഒരു കറൻസി പെയർ നമ്മൾ എന്ത് വിളിക്കണു? മേജർ കറൻസി പെയർ എന്ന് വിളിക്കണു. സിമ്പിൾ, ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അതെ. സിമ്പിൾ അല്ലേ? ഓക്കെ. ഓക്കെ, ഓക്കെ. ഇനി ക്രോസ് കറൻസി പെയർ അഥവാ മൈനർ കറൻസി പെയർ. ഓക്കെ, മൈനർ കറൻസി പെയർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഡിഫറൻസ്? മുമ്പുള്ളതിനേക്കാളും ഇവിടെ എന്താണ് ഡിഫറൻസ്? $US കാണുന്നില്ല അതില്. US ഡോളർ കാണുന്നില്ല. പക്ഷേ നമ്മൾ മുന്നേ കണ്ട ആൾക്കാരല്ലാത്ത വേറെ ആരെങ്കിലും ഉണ്ടോ?
DW, ഏതാ? JPY. JPY. അത് നമ്മൾ മുമ്പ് കണ്ടല്ലോ, ജപ്പാൻ. കണ്ടില്ലേ? ഉണ്ട് ഉണ്ട്. ഉണ്ട് ഉണ്ട്. പക്ഷെ ഇതിലുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെയുള്ളത്. എന്താണ് പ്രത്യേകത? യൂറോ GBP ആയിട്ട് പെയർ ചെയ്തു, അല്ലെ? GBP JPY ആയിട്ട് പെയർ ചെയ്തു. ഓക്കെ, AUD NSD ആയിട്ട് പെയർ ചെയ്തു. അതായത് മേജർ കറൻസി പെയറിലെ ആൾക്കാരെ USD ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തൊക്കെയാണ് പെയർ ചെയ്തൊക്കെയാണ്, അല്ലേ? ഇവിടെ യൂറോ USD ആയിരുന്നു, പകരം എന്ത് ചെയ്തു? യൂറോ GBP ആയി. കണ്ടോ? ഇവിടെ GBP USD ആയിരുന്നതിന് പകരം എന്തായി? GBP JPY ആയി. ഓക്കെ, അതായത് ഡെവലപ്ഡ് കൺട്രീസിൽ US$ അല്ലാത്ത നേഷൻസ് ഉണ്ടല്ലോ, അമേരിക്ക അല്ലാത്ത നേഷൻസിന്റെ കറൻസീസ് എന്ത് ചെയ്യാണ്? പെയർ ചെയ്യാണ്. അപ്പൊ നമുക്കിവിടെ യൂറോ JPY ഉണ്ട് കേട്ടോ, ഞാൻ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൂ. ഇത് ഇത്ര മാത്രമല്ല ഉള്ള, ഇതിൽ യൂറോ GBP, യൂറോ JPY, യൂറോ CHF, യൂറോ AUD, ഇങ്ങനൊക്കെ നമുക്ക് പെയർ ചെയ്യാം. അതൊക്കെ എന്തുതന്നെയാണ്? മൈനർ കറൻസി പെയർ ആണ്. പക്ഷെ ഈ പറയുന്ന 6 കൺട്രീസിന്റെ കറൻസീസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്? പെയർ ചെയ്യാണ്. അത്തരം കറൻസി പെയറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മൈനർ കറൻസി പെയർ. ഓക്കെ, ക്ലിയർ അല്ലേ? അതെ. ഇതും സിമ്പിൾ അല്ലേ? ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണോ? ചാറ്റിൽ പറഞ്ഞാലും മതി. ഇല്ല, ഡൗട്ട്സ്. ക്ലിയർ അല്ലേ? യാ. ഓക്കെ, ഷാഫി ബ്രോ, ഇനി ഫസ്റ്റത്തെ സ്ലൈഡ് ഒന്ന് കാണിക്കാവോ? ഫസ്റ്റത്തെ സ്ലൈഡ് ഞാൻ ഇപ്പൊ ആ ജോയിൻ ചെയ്യുള്ളൂ. ഓക്കെ മേജർ കറൻസി അല്ലേ? ഓക്കെ ഓക്കെ ആ ഓക്കെ. ഓക്കെ മേജർ കറൻസി പെയർ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡെവലപ്ഡ് കൺട്രീസിന്റെ കറൻസീസിനെ US$ ആയിട്ട് എന്ത് ചെയ്യാണ്? പെയർ ചെയ്തേക്കുന്ന കറൻസി പെയറിനെ വിളിക്കുന്ന പേരാണ് മേജർ കറൻസി പെയർ. അവിടെ മൈനർ കറൻസി പെയർ എന്ന് പറയുമ്പോൾ അവിടെ US$ ഉണ്ടാവില്ല, പകരം ബാക്കിയുള്ള ഡെവലപ്ഡ് കൺട്രീസിന്റെ കറൻസീസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പെയർ ചെയ്യാം. ഇപ്പൊ യൂറോ CHF, യൂറോ JPY, അല്ലെങ്കിൽ GBP CHF, GBP JPY, GBP AUD, ഇതൊക്കെ അതിൽ വരും. ഓക്കെ, അത് ഫുള്ളായിട്ട് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടില്ലെന്ന് മാത്രം. പക്ഷെ മേജർ കറൻസി പെയർ ഈ 7 എണ്ണം മാത്രമായിട്ടാണ് വരിക. ഓക്കെ, ഇത് ഈ ഓക്കെ രീതിയിൽ ഓക്കെ. തന്നെയാണ് ഇതിന്റെ ബേസ് കറൻസിയും കോഡ് കറൻസിയും വരുള്ളൂ. ഒരിക്കലും USD EUR എന്ന് പറയില്ല. ഓക്കെ, യൂറോ USD, GBP USD. ഓക്കെ, ഇനി ഈ രണ്ടും ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് എടുക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇവിടെ US$ ഉണ്ട്, അല്ലേ? ഓക്കെ, ആക്ച്വലി ഈ US$ അല്ലെങ്കിൽ US$ പെയറായി വരുന്ന കറൻസീസ് ആണ് മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സ് ഉണ്ടാക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ യൂറോ USD എടുക്കുകയാണ്, അതേസമയം നമ്മുടെ യൂറോ GBP എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ യൂറോ USD കാണിക്കുന്ന പ്രൈസിന്റെ മൂവ്മെന്റിനേക്കാൾ കുറവായിരിക്കും എന്തിലുണ്ടാവുക? യൂറോ GBP ഉണ്ടാവുക. മനസ്സിലായോ? മാർക്കറ്റിൽ നമ്മൾ ഒരു വോളിയത്തിന്റെ കേസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സെഷനിൽ, ഓർമ്മ ഉണ്ടോ? അതെ. ഓക്കെ, അപ്പം കൂടുതൽ മൂവ്മെന്റ്സ് വരുന്നത് ഏതിലായിരിക്കും? ഈ മേജർ കറൻസി പെയറിലാണ് കൂടുതൽ മൂവ്മെന്റ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, മൈനർ കറൻസി പെയറിൽ മേജർ കറൻസി പെയറിനെ അപേക്ഷിച്ച് എന്താണ് ഇവിടെ മൂവ്മെന്റ്സ് എന്തായിരിക്കും? കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ക്ലിയർ അല്ലേ? അതെ. ഓക്കെ ഫൈൻ. ഇനി ലാസ്റ്റ് വൺ ആണ് എക്സോട്ടിക് കറൻസി പെയർസ്. ഓക്കെ, എക്സോട്ടിക് കറൻസി പെയർ എന്ന് പറഞ്ഞാൽ ഇവിടെ US$ ഉണ്ട്, അല്ലേ? US$ ഇവിടെ നിരത്തിയുണ്ട്, വേറൊരാളും കൂടി ഉണ്ട് ഇവിടെ, GBP INR. ഓക്കെ, പക്ഷെ ഇവിടെയുള്ള കൺട്രീസ് നോക്കിയേ: ഹോങ്കോങ്, സിംഗപ്പൂര്, സൗത്ത് ആഫ്രിക്ക, ഓക്കെ, പിന്നെ തായ്ലാന്റ്, മെക്സിക്കോ, ഓക്കെ, സ്വീഡിഷ്, നോർവേ, ഇന്ത്യ, ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, എന്താണ് ഈ കറൻസി പെയറിന്റെ പ്രത്യേകത? സോറി, ഈ കൺട്രീസിന്റെ പ്രത്യേകത എന്താ? ഡെവലപ്പിംഗ് കൺട്രി. അതെ, ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. ഓക്കെ, അപ്പോ അത്തരം കൺട്രീസിന്റെ കറൻസിയെ എന്തായിട്ട് അവര് പെയർ ചെയ്തേക്കാണ്? ഡെവലപ്ഡ് കൺട്രീസിന്റെ കറൻസി ആയിട്ട് പെയർ ചെയ്തേക്കുന്നു. ഓക്കെ, അമേരിക്കൻ ഡോളർ വിത്ത് ഹോങ്കോങ് ഡോളർ. ഓക്കെ, അതേപോലെ ബ്രിട്ടീഷ് പൗണ്ട് വിത്ത് ഇന്ത്യൻ റുപ്പി. ക്ലിയർ? അപ്പോൾ ഇത്തരത്തിലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിന്റെ കറൻസിയെ
പെയർ ചെയ്തേക്കുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ എന്ത് വിളിക്കുക, എക്സോട്ടിക് കറൻസി പെയർ എന്ന് വിളിക്കുക. ഇവിടെ മറ്റ് രണ്ടിനെയും അപേക്ഷിച്ച് പ്രൈസ് മൂവ്മെന്റ് എന്തായിരിക്കും? കുറവായിരിക്കും. വളരെ കുറവായിരിക്കും. ക്ലിയർ? അതുകൊണ്ട് തന്നെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ഈ മേജർ കറൻസിയിൽ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, കാരണം നമ്മളിപ്പോൾ ഒരു ട്രേഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ കാര്യമാണ്, നമ്മളൊരു ട്രേഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവിടുന്ന് ഒരു റിസൾട്ട് കിട്ടണം, പെട്ടെന്ന് നമുക്കൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ലോസ് കിട്ടണം. അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല മൂവ്മെന്റ് വരുന്ന കറൻസി പെയറിലായിരിക്കണം നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഏത് യൂസ് ചെയ്യുക? ട്രേഡ് എടുക്കുന്ന സമയത്ത് മേജർ കറൻസി പെയർസിന് ചൂസ് ചെയ്യുക. അതിന്റെ വാല്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡ് എടുക്കുക. ഓക്കെ, ഈ മേജർ കറൻസി പെയറിൽ തന്നെ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോളിയം ഓഫ് ട്രേഡ് നടക്കുന്നത് യൂറോ USDയിലാണ്. ഓക്കെ, അത് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരുന്നു. അതെ, ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്ന അല്ലെങ്കിൽ വോളിയം കയറുന്നത് ഏതിലാണ്? യൂറോ USDയിലാണ്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ട്രേഡേഴ്സും മെയിൻലി ഫോക്കസ് ചെയ്യുന്ന പെയർ ഏതായിരിക്കും? യൂറോ USD ആയിരിക്കും. ക്ലിയർ അല്ലേ? Yeah. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ കറൻസി പെയറിന്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമല്ല, സിംപിളി നിങ്ങൾ മൈൻഡിൽ വെക്കുക. എന്തുകൊണ്ട് നമ്മൾ മൈനർ കറൻസി പെയർ എടുക്കുന്നില്ല, എന്തുകൊണ്ട് നമ്മൾ USD INR ഒന്നും ട്രേഡ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് നമ്മൾ യൂറോ USD എടുക്കുന്നു എന്നുള്ളതിന്റെ ഒരു ആൻസർ ആണ് ഈ ഒരു കറൻസി പെയറിന്റെ ഈ ഒരു ഡിവിഷനിലൂടെ നമുക്ക് കിട്ടുക. ക്ലിയർ? Yeah. ഓക്കെ, അരവിന്ദ് പറഞ്ഞോ, ഇവിടെയാണോ? ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് പാർട്ടിലേക്ക് വരാം. ഇപ്പൊ നമ്മൾ കറൻസി പെയർ പറഞ്ഞു, അതെല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ, എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ. ഒരാൾക്ക് മാത്രമേ ഓക്കെ ഉള്ളൂ. എല്ലാരും എത്ര ആളുണ്ട്? ഓ, അറൌണ്ട് 30 പീപ്പിൾസ് ഉണ്ട്. എല്ലാരും 30 ആൻസേഴ്സ് ഇവിടെ വരണം. ഓക്കെ 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 ഓക്കെ, ഫൈൻ ഫൈൻ. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് വരാം. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഫോറക്സ് മാർക്കറ്റ് സെഷൻസ് ആണ്. ഓക്കെ, സെഷൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റ് സെഷൻസ് എന്ന് പറഞ്ഞാൽ, ഫോറക്സ് മാർക്കറ്റ് ആക്ച്വലി നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? ആക്ച്വലി ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്ലോബൽ മാർക്കറ്റ് ആണ് അല്ലെ? ഇവിടെ ഡിഫറെന്റ് കൺട്രീസിന്റെ കറൻസീസ് ആണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് കൺട്രീസിന്റെ എക്സ്ചേഞ്ചുകളും ഇവിടെ വർക്കിംഗ് ആണ്. ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിന്റെ എക്സ്ചേഞ്ച് ആണ് ഇന്ത്യൻ മാർക്കറ്റ് എക്സ്ചേഞ്ച് അല്ലേ? അവിടെ നമ്മൾക്ക് ഈ ഒരു NSE എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കേട്ടിട്ടുണ്ടോ? BSc ആ, BSE NSE. ഓക്കെ, ഇത് ഇന്ത്യൻ മാർക്കറ്റിന്റെ എക്സ്ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, അതേപോലെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. ഓക്കെ, ബ്രിട്ടന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് കൺട്രീസിന്റെയും അതാത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഓൺ ആവൂലേ? ഇപ്പൊ ഇന്ത്യയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എപ്പോഴാണ് ഓൺ ആവുക? 9 to 9 to 3 ആ ഒരു ടൈമല്ലേ? അതെ. ഓക്കെ, അതേസമയം ന്യൂയോർക്കിന്റെ എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഇന്ത്യൻ സമയം വൈകിട്ടായിരിക്കും അത് ഓപ്പൺ ആവുക അല്ലേ? ആ ഒരു ഡിഫറെന്റ് ടൈം ഉള്ളതുകൊണ്ട് അങ്ങനെ ഓരോ സെഷനും, അങ്ങനെ ഓരോ രാജ്യത്തെയും അല്ലെങ്കിൽ ഓരോ ഏരിയയിലെയും എക്സ്ചേഞ്ചുകൾ ഓപ്പൺ ആവുന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ 4 രീതിയിൽ 4 തരത്തിൽ ഈ ഒരു ഫോറക്സ് മാർക്കറ്റിന്റെ സെഷൻസിന് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവിഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ സെഷനും ഓരോ പേരും കൊടുത്തിട്ടുണ്ട്. അതായത് 24 മണിക്കൂറാണ് ഫോറക്സ് മാർക്കറ്റ്. പക്ഷെ ആക്ച്വലി ഈ 24 മണിക്കൂറിലും ഒരു എക്സ്ചേഞ്ച് മാത്രം വർക്ക് ചെയ്യാണ് എന്നല്ല. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഓൺ ആവുന്ന ഒരു സമയത്ത് മാത്രമേ ഇന്ത്യൻ റുപ്പിന്റെ കൂടുതൽ മൂവ്മെന്റ് നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അതെ. ഇപ്പൊ ലണ്ടൻ സെഷൻ എന്ന് പറഞ്ഞാൽ അവിടെ മെയിൻലി ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ മൂവ്മെന്റ് കിട്ടുക ഏതായിരിക്കും? ആ ഒരു രാജ്യത്തെ കറൻസി ആയിരിക്കും അല്ലെ? അപ്പോ ആ ഒരു രാജ്യത്തിന്റെ എക്സ്ചേഞ്ച് അവിടെ ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കറൻസിയിൽ വരുന്ന മൂവ്മെന്റ്സ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ അടിസ്ഥാനമാക്കിയിട്ട് ഓരോ ജിയോഗ്രഫിക്കൽ ഏരിയ അടിസ്ഥാനമാക്കിയിട്ട് 4 രീതിയിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഫോറക്സ് മാർക്കറ്റിന്റെ 24 മണിക്കൂറിന് 4 രീതിയിൽ അവർ ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് സിഡ്നി സെഷൻ. ഓക്കെ, സെക്കൻഡ് വൺ ടോക്കിയോ സെഷൻ,
തേർഡ് വൺ ലണ്ടൻ സെഷൻ ആൻഡ് ഫോർത്ത് വൺ ന്യൂയോർക്ക് സെഷൻ. അപ്പോൾ ഓരോ സെഷനും എങ്ങനെയൊക്കെയാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നമുക്ക് ഓരോന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ സിഡ്നി സെഷൻ. ഇപ്പൊ നമ്മളൊരു മൺഡേ ഒരു നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ മൺഡേ ആയിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആവുക. ആ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ഫസ്റ്റ് ആ മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ അവിടെ ആക്റ്റീവായി കിടക്കുന്ന സെഷൻ എന്ന് പറയുന്നത് ഏതാണ്? സിഡ്നി സെഷൻ ആയിരിക്കും. സിഡ്നി ഏതാണ്, ഏത് കൺട്രിയാണ്? എനിബഡി? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പോൾ ആ ഒരു കൺട്രിന്റെ അവിടുത്തെ എക്സ്ചേഞ്ച് അവിടെ ഓപ്പൺ ആയി. ഓക്കെ, അപ്പോൾ ആ ഒരു മാർക്കറ്റ്, ഫോറക്സ് മാർക്കറ്റ് എന്നുള്ള മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഈ ഒരു സിഡ്നി സെഷൻ കൊണ്ടാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ കണ്ടോ, ജനറലി ലെസ് വൊളറ്റൈൽ. അങ്ങനെ പറഞ്ഞാൽ എന്താണ് അർത്ഥാക്കുന്നത്? ഈ വൊളറ്റൈൽ എന്നുള്ള വേർഡ് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണോ? അല്ല. അല്ല, നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് പ്രൈസിന്റെ മൂവ്മെന്റ് ഈ ഒരു സമയത്ത് എന്തായിരിക്കും? വളരെ ആ കൊടുത്തു. കുറഞ്ഞ രീതിയിലായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക. ലെസ് ശരി. വൊളറ്റൈൽ എന്നാണ് പറഞ്ഞത്. ലെസ് വൊളറ്റൈൽ എന്ന് പറഞ്ഞാൽ കുറവ്. ഭയങ്കര ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. ചെറിയ ചെറിയ മൂവ്മെന്റ്സ് ആയിരിക്കും. അല്ലെങ്കിൽ മാർക്കറ്റിന്റെ മൂവ്മെന്റ്, പ്രൈസിന്റെ മൂവ്മെന്റ് ഇവിടെ വളരെ കുറവായിരിക്കും. ആ ഒരു ഫോറക്സ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണത്, അല്ലെങ്കിൽ ആ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യണത് സിഡ്നി സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ നമ്മളെ സംബന്ധിച്ച് ഹെൽപ്ഫുൾ ആണോ? ട്രേഡ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഈ ഒരു സെഷനിൽ? ഇല്ല. അതായത് ചെയ്യാൻ പറ്റും, പക്ഷെ എന്തില്ല, കൂടുതൽ വൊളറ്റൈലിറ്റി, കൂടുതൽ ലിക്വിഡിറ്റി നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മള് സംബന്ധിച്ച് ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്നുള്ള സംഭവം നമുക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് കിട്ടണം അല്ലെ. മാക്സിമം കുറവായിരിക്കും. മൂവ്മെന്റ് കുറവായിരിക്കും, അതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെഷൻ ആണ് എന്ത്? ടോക്കിയോ സെഷൻ. ഈ ടോക്കിയോ സെഷൻ എന്ന് പറഞ്ഞാല് ഇതിനെ തന്നെയാണ്, ഈ ഒരു സെഷന്റെ ഒരു ടൈമിങ്ങിനെ തന്നെയാണ് ഏഷ്യൻ സെഷൻ ഒന്നും വിളിക്കണേ. ഓക്കെ, അപ്പോൾ ഈ സെഷനിൽ ആക്ച്വലി ഇവിടെ ഇപ്പോൾ നമ്മുടെ സിഡ്നി സെഷൻ ഓണായി കുറച്ച് കഴിയുമ്പം തന്നെ ടോക്കിയോ സെഷൻ എന്തായിട്ടുണ്ടാവും? ഓൺ ആയിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ ടോക്കിയോ സെഷൻ സിഡ്നി സെഷനേക്കാളും ലിക്വിഡിറ്റി ഉള്ള സെഷനാ, കൂടുതൽ വൊളറ്റൈലിറ്റി കാണിക്കുന്ന സെഷനാ. മനസ്സിലായോ? കാരണം മാർക്കറ്റ് മൂവ് ആയി തുടങ്ങി, ടോക്കിയോ ഓപ്പൺ ആയി, സിഡ്നിയും ഓപ്പൺ ആയി, പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, കുറച്ച് മൂവ്മെന്റ്സ് കാണിച്ചു തുടങ്ങി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിലേക്ക് വരാം, ലണ്ടൻ സെഷൻ. ഓക്കെ, ലണ്ടൻ സെഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ, മോസ്റ്റ് ആക്റ്റീവ് ആൻഡ് മോസ്റ്റ് ലിക്വിഡ്. ഓക്കെ, മോസ്റ്റ് ആക്റ്റീവ് ആണ്, മോസ്റ്റ് ലിക്വിഡ് ആണ്. അപ്പം നമുക്ക് ആകെ എത്ര സെഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? 4 സെഷൻ. അതിൽ സിഡ്നിയും പറഞ്ഞു, ടോക്കിയോയും പറഞ്ഞു. അതിൽ രണ്ടിലും പറയാത്ത ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് അല്ലേ. ലണ്ടൻ സെഷൻ എന്ന് പറയുമ്പം കൂടുതൽ ആക്റ്റീവ് ആണ്, കൂടുതൽ ലിക്വിഡിറ്റി അല്ലെങ്കിൽ കൂടുതൽ പ്രൈസ് മൂവ്മെന്റ് കാണിക്കുന്ന സെഷനാണ്. ഓക്കെ, കണ്ടോ, സി ലാർജ് പ്രൈസ് മൂവ്മെന്റ്സ്. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് ഒരു സെഷന്റെ കൂടി പ്രത്യേകത നമുക്ക് നോക്കാം. അതേതാണ്? ന്യൂയോർക്ക് സെഷൻ. ന്യൂയോർക്ക് സെഷനിലാണ് അവിടുത്തെ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുക. ഇതേ സെഷന്റെ ടൈമിൽ തന്നെ ലണ്ടൻ സെഷനും ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ലണ്ടൻ സെഷൻ ഓപ്പൺ ആയി എൻഡ് ആയിട്ടല്ല ന്യൂയോർക്ക് ഓപ്പൺ ആവണേ. ലണ്ടൻ എൻഡ് ആവണതിന്റെ മുമ്പ് തന്നെ ആര് സ്റ്റാർട്ട് ചെയ്യും? ന്യൂയോർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ലിക്വിഡിറ്റി നമുക്ക് അവിടെ കാണാം. അതേപോലെ തന്നെ ഈ അമേരിക്കയിൽ വരുന്ന ഓരോ ഡാറ്റകളൊക്കെ ഉണ്ടല്ലോ, അഥവാ അവിടുത്തെ GDP റേറ്റ് അല്ലെങ്കിൽ അവിടുത്തെ എക്കണോമിക് ന്യൂസുകൾ. ഇനിയിപ്പോൾ അതല്ല, നമ്മുടെ പ്രസിഡന്റ് ട്രംപ് ഇല്ലേ, ആളെന്തെങ്കിലും എന്ന് പറയാ, ഇതൊക്കെ നടക്കുന്നത് ഈ ന്യൂയോർക്ക് സെഷനിലാണ്. കാരണം അവിടുത്തെ സെഷൻ, അവിടുത്തെ എക്സ്ചേഞ്ച് ഓപ്പൺ ആവുന്നത് അപ്പോഴാണ്. ഓക്കെ, ചില സമയത്ത് ഇയാൾ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ മാർക്കറ്റ് നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സും ഫോളും ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, അതൊക്കെ ഫണ്ടമെന്റൽ ഏരിയാസ് ആണ്, അതൊക്കെ നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, ഓഫൺ ഷോ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് മാർക്കറ്റ് മൂവ്മെന്റ്സ്. ഇത് ഈ ഒരു സെഷനിൽ നമുക്ക് നല്ല രീതിയിലുള്ള മാർക്കറ്റ് മൂവ്മെന്റ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിന്റെ കാര്യം ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട് ഇവിടെ. ഓക്കെ,
www.babypips.com. ഓക്കെ, ആ ഒരു വെബ്സൈറ്റിലേക്ക് പോവാം. ഒരു മിനിറ്റ്. ഓക്കെ, ഈ ഒരു വെബ്സൈറ്റ് കണ്ടോ? ഈ ഒരു വെബ്സൈറ്റ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? babypips.com. ഓക്കെ, ഈ വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ്. ഓക്കെ, ഇതിൽ ഏറ്റവും ടോപ്പിൽ ഒരു ടൂൾ ബാർ കാണാം. ഇവിടെ ടൂൾസ് എന്നുള്ള ഒരു പാനൽ കണ്ടോ? ആ ഓക്കെ, ആ, ഈ അതെ. ടൂൾസിൽ ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഫോറക്സ് മാർക്കറ്റ് അവേഴ്സ്. കണ്ടോ? ഉണ്ട്. ഓക്കെ, നമുക്ക് അതെ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു വിൻഡോ ഓപ്പൺ ആവും. ഓക്കെ, ഇവിടെ ഒരു ടൈം സോൺ എന്ന് പറഞ്ഞാണ്ട് ഇവിടെ എന്തുണ്ട്, ഒരു ടൈം സോൺ കൊടുത്തിട്ടുണ്ട്. അഥവാ നമ്മളിപ്പോൾ ഏത് ടൈം സോണിലാണോ അതാണ് ഇവിടെ ആക്ച്വലി കാണിക്കുന്നത്. ഓക്കെ, അതിവിടെ ഏതാണ്? കൊൽക്കത്ത. അഥവാ ഇന്ത്യയിലുള്ള ആളാണ് ഇന്ത്യ. ഇപ്പോൾ നമ്മൾ പുറത്തുള്ള ആളാണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ടൈം സോൺ തന്നെ അല്ലേ ഇവിടെ കാണിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ബാർ കാണാം അല്ലേ? അത് ഇപ്പോഴത്തെ ഇന്ത്യയിലെ കറക്റ്റ് ടൈമാണ് ഇവിടെ കാണിക്കുന്നത്, 3:29. ഓക്കെ, ഇവിടെ 4 സെഷന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? സിഡ്നി, ടോക്കിയോ, ലണ്ടൻ, ന്യൂയോർക്ക്. അവിടുത്തെ റെസ്പെക്റ്റീവ് ടൈംസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ ബാർ ഒന്ന് ഇങ്ങോട്ട് പിടിച്ച് തിരിച്ചു നോക്കുകയാണ്. ഓക്കെ, ഇപ്പം ഇന്ത്യൻ സമയം എത്രയാ? 1:30 അല്ലേ? നൈറ്റ് 1:30. ഈ ക്ലോക്കിന്റെ ഇവിടെ ടൈം കാണിക്കുന്നത് കണ്ടോ? 1:30 കണ്ടോ? യെസ്. അപ്പൊ എന്തായി? സിഡ്നി സെഷൻ അവിടെ ഓപ്പൺ ആയി അല്ലേ? ഇപ്പൊ സിഡ്നി സെഷൻ ക്ലോസ്ഡ് എന്നല്ലേ കാണിക്കുന്നത്, ഫസ്റ്റ് ബ്ലൂ ലൈൻ ആ അല്ലേ? അത് ഇവിടേക്ക് വെക്കുമ്പോ എന്തായി? സിഡ്നി സെഷൻ ഓപ്പൺ ആയി. പിന്നെ ആ സിഡ്നി സെഷൻ എപ്പോഴാ ക്ലോസ് ആവണത്? ഇന്ത്യൻ ടൈം രാവിലെ 10:30 ആകുമ്പോഴാണ് അത് ക്ലോസ് ആവണേ. ഓക്കെ, പക്ഷേ സിഡ്നി സെഷൻ ഓപ്പൺ ആയി കുറച്ച് കഴിയുമ്പോൾ ആര് ഓപ്പൺ ആവുന്നുണ്ട്? ടോക്കിയോ ഓപ്പൺ ആവുന്നുണ്ട് അല്ലേ? ടോക്കിയോ ഏകദേശം എൻഡ് ആവുമ്പോ തന്നെ ആര് ഓപ്പൺ ആവുന്നുണ്ട്? ലണ്ടൻ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോ ന്യൂയോർക്ക് ക്ലോസ്ഡ് ആണ്, സിഡ്നിയും ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഇനി ഈ ലണ്ടൻ പകുതിയായി കഴിയുമ്പോൾ തന്നെ ആര് ഓപ്പൺ ആയി? ന്യൂയോർക്കും ഓപ്പൺ ആയി. ക്ലിയർ? ഇനി ഇവിടുത്തെ നമുക്ക് കൂടുതൽ നമ്മൾ ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ട്രേഡിംഗ് വോളിയം. കണ്ടോ താഴെ? ട്രേഡിംഗ് വോളിയം ഈസ് യൂഷ്വലി ഹൈ അറ്റ് ദിസ് ടൈം ഓഫ് എ ഡേ. കണ്ടോ ഇവിടെ താഴെ എഴുതിയേക്കുന്നത്? എല്ലാവർക്കും കാണാൻ ആ, പറ്റുന്നുണ്ടോ ഈ ഒരു അതെ. പാർട്ടില്? ആ അതെ. ഓക്കെ, അപ്പം അപ്പൊ നമുക്ക് നേരെ സിഡ്നി സെഷനിലേക്ക് വരാം. സിഡ്നി സെഷൻ കൊടുക്കുമ്പം അവിടെ ആക്ച്വലി എന്താ കാണിക്കുന്നത്? ട്രേഡിംഗ് വോളിയം ഈസ് മീഡിയം എന്ന് തുടങ്ങിയിട്ട് മാർക്കറ്റ് പിന്നെ എന്തായി? ലോ ആയി അല്ലേ? ട്രേഡിംഗ് വോളിയം ലോ ആയി. ടോക്കിയോ ഓപ്പൺ ആയിട്ടുണ്ട്, അപ്പോഴും മാർക്കറ്റിൽ വോളിയം ലോ ആണ്. ടോക്കിയോ ഓപ്പൺ ആയി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? മീഡിയത്തിലേക്ക് വന്നു അല്ലേ? പിന്നെ അതിങ്ങനെ വീണ്ടും ലോ ആയി. പിന്നെ അത് എപ്പോഴാ ഹൈ ആവുന്നേ? ഈ ഒരു ഇല്ല- ലണ്ടൻ ലണ്ടൻ ഓപ്പൺ ആവുമ്പോഴാണ് ആക്ച്വലി ഇതെന്ത് ചെയ്യുന്നത്? ഹൈ ആവണത്. ഓക്കെ, പിന്നെ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ലണ്ടൻ ത്രൂ ഔട്ട് അല്ലെങ്കിൽ ന്യൂയോർക്ക് ത്രൂ ഔട്ട് മാർക്കറ്റിന്റെ വോളിയം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഹൈ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ തന്നെ ആലോചിക്കുക, നമ്മൾ ആക്ച്വലി ഇവിടെ ഈ 2 സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ അതോ ഈ 2 സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ എന്നുള്ള കാര്യം മനസ്സിലായോ? കാരണം ഇവിടെ സിഡ്നിയിലും ടോക്കിയോയിലും മാർക്കറ്റിൽ വരുന്ന വോളിയം എന്ന് പറയുന്നത് ലോ ആണ്. അതേസമയം ലണ്ടനിലേക്കും ന്യൂയോർക്കിലേക്കും എത്തിക്കഴിഞ്ഞാൽ എന്തായി? വോളിയം ഹൈ ആയി. നമ്മളെ സംബന്ധിച്ച് എന്താണ് വേണ്ടത്? മാർക്കറ്റിന്റെ ഏത് ടൈമിലാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്? വോളിയം ഹൈ ആയിരിക്കുന്ന ടൈമിലായിരിക്കണം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമേ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ പ്രൈസ് മൂവ്മെന്റ്സ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇന്ത്യൻ സമയം എപ്പോഴാണ് ലണ്ടൻ ഓപ്പൺ ആവുന്നത്? 1:30 അല്ലേ? ഉച്ചക്ക് 1:30 അപ്പൊ നമ്മൾ ഒരു സ്റ്റുഡന്റ് ആണ് അല്ലെങ്കിൽ വർക്ക് ചെയ്യണ പ്രൊഫഷണൽ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക്
ഈ ഒരു ടൈമിൽ ചിലപ്പോൾ അവിടെ ഈ വർക്കിംഗ് അവേഴ്സിൽ ആക്ട് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് എന്തുണ്ട്? ന്യൂയോർക്കിന്റെ 6:30 PM കണ്ടോ, 6:30 PM മാർക്കറ്റിൽ എന്ത് നല്ല രീതിയിലുള്ള വോളി തന്നെയാണ്. അതിന്റെ ഏറ്റവും പീക്ക് ടൈം എപ്പോഴാന്ന് നോക്കിയേ, 9:30 അല്ലെങ്കിൽ 8:30 എന്നുള്ള ആ ടൈമിലാണ്. കണ്ടോ? അപ്പോൾ നമ്മൾ വീട്ടിലേക്കൊക്കെ വന്ന് നമ്മളൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാർക്കറ്റിൽ ഇരിക്കാം, ന്യൂയോർക്ക് സെഷൻ നമുക്ക് ക്യാച്ച് ചെയ്യാം. മനസ്സിലായോ? ഇതുകൊണ്ടാണ് പറയണത് നമ്മുടെ നമ്മുടെ വർക്കിനൊക്കെ ഏറ്റവും കൂടുതൽ ഫീസിബിൾ ആയിട്ടുള്ള വർക്കൊക്കെ കഴിഞ്ഞിട്ടും നമുക്ക് സിമ്പിൾ ആയിട്ട് മാർക്കറ്റ് നല്ല വോളിയുള്ള സമയത്തും നമുക്ക് ട്രേഡ് ചെയ്യാം എന്ന് പറയണത് കാര്യം. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണ്. ആ, എല്ലാവർക്കും മനസ്സിലായോ ഈ പറഞ്ഞത്? അതെ. ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ, ഈ ഫോറക്സ് മാർക്കറ്റ് അവേഴ്സ് പറഞ്ഞത് ക്ലിയർ ആയോ ഇല്ലേ എന്നുള്ള കാര്യം എല്ലാവരും. ഈ ബേബി പിപ്സിൽ എവിടുന്നാണ് ഈ സാധനം എടുക്കുന്നത് ഒന്നുകൂടെ പറയാമോ? ഓക്കെ, ഞാൻ ബേബി പിപ്സിന്റെ വെബ്സൈറ്റ് ഒന്നുകൂടി എടുക്കാം. ഓക്കെ, ബേബി പിപ്സിന്റെ വെബ്സൈറ്റ് എടുത്തു. ഓക്കെ, അത് നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് ബേബി പിപ്സ് എന്ന് സെലക്ട് ചെയ്യുക, ബേബി പിപ്സിന്റെ സൈറ്റിലേക്ക് വരിക. ഇവിടെ ഈ മുകളിലത്തെ ഈ പാനൽ കണ്ടില്ലേ, അനാലിസിസ്, ന്യൂസ്, ട്രേഡിംഗ്, ലേൺ, ഇതിൽ ഏറ്റവും ടോപ്പിൽ കണ്ടോ ടൂൾസ്? ഓക്കെ. ഈ ടൂളില് സെക്കൻഡ് ലാസ്റ്റ് ഫോറക്സ് മാർക്കറ്റ് അവേഴ്സ് കണ്ടോ? ഓക്കെ ബ്രോ, താങ്ക്സ്. ഓക്കെ, ഇതിന്റെ അത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇടാവോ? ബേബി ഇടുന്നുണ്ടോ? പിപ്സ്, ഓക്കെ, ഞാൻ ലിങ്ക് ഇട്ടുതരാം. ഓക്കെ, ജസ്റ്റ് ബേബി പിപ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് ഇട്ടുതരാം. ഓക്കെ ഓക്കെ, ഓക്കെ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫോറക്സ് മാർക്കറ്റ് അവേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ കറൻസി പെയർ എന്താന്ന് മനസ്സിലാക്കി. ആ കറൻസി പെയറിൽ ഏത് കറൻസി പെയർ ചൂസ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ അവിടെ ക്ലിയർ ആക്കി. അഗെയിൻ നമ്മൾ എന്തിലേക്ക് വന്നു? ഫോറക്സ് മാർക്കറ്റ് സെഷനിലേക്ക് വന്നു. ആ സെഷനിൽ തന്നെ ഏത് സെഷൻ ആയിരിക്കണം നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യേണ്ടി, അല്ലെങ്കിൽ ഏത് സെഷനിലാണ് ലാർജ് ഹൈ പ്രൈസ് മൂവ്മെന്റ്സ് വരുന്നതെന്നുള്ള കാര്യം നമ്മളിവിടെ മനസ്സിലാക്കി. ക്ലിയർ അല്ലേ? അതെ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ്, കഴിഞ്ഞ സെഷനിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിപ്പിന്റെ കാര്യം എന്താണ്, അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആക്ച്വലി പിപ്പിന്റെ കാൽക്കുലേഷൻ നമുക്ക് വേണമെന്ന് ചോദിച്ചാൽ അപ്പൊ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. അത് വേണം, പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു മാത്തമാറ്റിക്കൽ സൈഡിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ട്രേഡിംഗ് വ്യൂ എന്നുള്ള വെബ്സൈറ്റിൽ നമുക്ക് ഈസി ആയിട്ട് ഓരോ ടൂൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എത്ര പിപ്പ് മൂവായി അല്ലെങ്കിൽ എത്ര പിപ്പ് മൂവ്മെന്റ് കുറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ആ ട്രേഡിംഗ് വ്യൂ എന്നുള്ള വെബ്സൈറ്റിൽ നമുക്ക് അത് എന്തുണ്ട്, അതിന്റെ ഓരോ ടൂൾസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, പിപ്പിന്റെ കേസിൽ ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്, അത്രേ ഉള്ളൂ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ പിപ്പിന്റെ കേസിൽ? പിപ്പ് എന്താണെന്ന് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഡൗട്ട് ഉണ്ട്, ആ, ഡൗട്ട് ഉണ്ട് എന്നാണോ മുഹമ്മദ് ഫൈറൂസ്? ഒന്നും കൂടെ ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞേക്കോ? ഓക്കെ, പിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു ഷെയർ വാങ്ങിച്ചു, 100 രൂപക്ക് മേടിച്ചു, അതൊരു 200 രൂപയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ഇവിടെ 100 രൂപയുടെ ചേഞ്ച് ഇവിടെ ഉണ്ടായി എന്ന് പറയും അല്ലേ? അതെ. ആ, 100 രൂപയുടെ ചേഞ്ച്. പക്ഷെ ഇതേ കേസ് തന്നെ നമ്മൾ ഫോറക്സ് മാർക്കറ്റിൽ വരുമ്പം ആ രൂപക്ക് പകരം നമ്മൾ യൂസ് ചെയ്യണ വേർഡാണ് എന്ത്, പിപ്പ്. ഇവിടെ ഇപ്പ്. 100 പിപ്പ് ചേഞ്ച് ആയി എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അത് ആ, എത്ര പിപ്പ് ചേഞ്ച് ആയി, ഇപ്പം 100 പിപ്പാണോ 1 പിപ്പാണോ 10 പിപ്പാണോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണ, ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ കണ്ടോ, ഇപ്പം 1.24683. ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇത് കൂടി പറയുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതെക്കുന്നത്. ബട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു പിക്ചർ കണ്ടോ, 1.15382. ഇത് യൂറോ USDയുടെ ഒരു നിലവിലെ പ്രൈസ് റേറ്റ് ആണെന്ന് വിചാരിക്കുക, നിലവിലെ പ്രൈസ് വാല്യൂ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, യൂറോ USDയുടെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ പ്രൈസ് നിൽക്കുന്ന ലെവൽ ഇതാണെന്ന് വിചാരിക്കാം. എത്രയാണ്? 1.15382. ഓക്കെ, ഇതില് എത്ര ആൾക്കാരുണ്ട്? ഇപ്പൊ ഈ ഒരു ഡെസിമൽ പോയിന്റ് കഴിഞ്ഞാൽ എത്ര പോയിന്റുകളുണ്ട്? 1 2 3 4 5 പോയിന്റുകളുണ്ട് അല്ലേ? അതെ. ഇതില് അഞ്ചാമത്തെ ആൾ ഒഴിവാക്കുക. ആ,
ഓക്കെ. ഓ, ഈ ആ, അഞ്ചാമത്തെ ആളെ വിളിക്കുന്ന പേരാണ് പിപ്പറ്റ്. എന്താണ്? പി പിപ്പറ്റ്. ഓക്കെ. ഈ പിപ്പറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇപ്പൊ നമുക്ക് 1 രൂപ എന്ന് പറയുന്നതും 100 പൈസ എന്ന് പറയുന്നതും ഒന്ന് തന്നെയല്ലേ? അതെ. അല്ലേ? യെസ്. അല്ലേ? 1 രൂപ എന്ന് പറഞ്ഞാലും 100 പൈസ, അങ്ങനെ ഇങ്ങനെ 1 പൈസ 10 പൈസ അങ്ങനെ 100 പൈസ ആവുമ്പോഴാണ് എന്താവുക? 1 രൂപയാവുക. അല്ലെ? അതേപോലെ ഈ പിപ്പറ്റ് ഉണ്ടല്ലോ, ഇപ്പൊ ഇതിങ്ങനെ മാറി, ഇപ്പൊ 3ആയി, 4ആയി, 5ആയി, അവസാനം 10ആവുമ്പം ഇവിടെയുള്ള 8 മാറിയിട്ട് എന്താവും? 9 9. 9ആവും. അതായത് ഈ പൈസന്റെ സ്ഥാനത്ത് വരുന്ന ആളാണ് ആര്? ഈ ലാസ്റ്റ് ഉള്ള അഞ്ചാമത്തെ ഉള്ള ആള്. മനസ്സിലായോ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിപ്പറ്റ്. ഇനിയിപ്പോ ഈ പിപ്പറ്റ് ഇപ്പൊ ഇവിടെ 2ആണുള്ളത്. ഇതിപ്പോ ഇനി കുറഞ്ഞു, 1ആയി, 0 ആയി. 0 ആയി കഴിഞ്ഞാൽ ഈ ഇവിടെ ഉള്ള 8 എന്ന് പറയുന്ന ആള് എന്താവും? 7 ഏഴില് 7ആവും. അത്രേ ഉള്ളൂ. അതാണ് ഇത് തമ്മിലുള്ള ബന്ധം. ക്ലിയർ ആണോ? പിന്നെ നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ച കാര്യമാണ്. ഇപ്പം നമ്മളൊരു സംഖ്യ എടുത്തു കഴിഞ്ഞാൽ ഒറ്റയുടെ ഭാഗത്തുള്ള സംഖ്യ, അതേപോലെ ടെൻത്തിന്റെ ഭാഗത്തുള്ള സംഖ്യ, 100ന്റെ സ്ഥാനത്തുള്ള സംഖ്യ എന്നൊക്കെ പറഞ്ഞ് പഠിച്ച ഓർമ്മ ഉണ്ടോ? ചെറിയ ഐഡിയ ഉണ്ടോ? ആ ഉണ്ട്. അല്ലെ? അതെ. അതേപോലെ ഇവിടെ ഇത് 8 പിപ്പ് എന്നാണ് വിളിക്കുക. ഇതിനെ നമ്മൾ 30 പിപ്പ് എന്നാണ് വിളിക്കുക. മനസ്സിലായോ? ഇത് 100ന്റെ സ്ഥാനത്തുള്ള പിപ്പാണ്, ഇത് 1000ന്റെ സ്ഥാനത്തുള്ള പിപ്പാണ്. ഓക്കെ. ഇതൊന്നും ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇതൊന്നും തലേ കയറ്റി ഇടങ്ങേറാവണ്ട. ലൈക്ക് ഇതൊന്നും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഇത്രേന്റെ പിപ്പറ്റാണോ അല്ലെങ്കിൽ ഇത്ര പിപ്പാണോ എന്നൊന്നും ആരും എവിടെയും ചോദിക്കൂല. ഓക്കെ. നമ്മളെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രമാണ് ഈ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലി ഇത് സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഈ ഒരു കാര്യം നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവുക, ഈ ലാസ്റ്റത്തെ അഞ്ചാമത്തെ ആള് എന്ന് പറയുന്നത് ആക്ച്വലി പിപ്പറ്റ് ആണ്. ഇതിൽ വരുന്ന വാല്യൂവിൽ വരുന്ന ചേഞ്ച് അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവിടെ വരുന്ന ആള് എന്താവണത്? ചേഞ്ച് ആവണത്. ഓക്കെ. ഓക്കെ. ക്ലിയർ ആയോ എല്ലാവർക്കും? അതെ. ഞാനൊരു ലൈവ് എക്സാമ്പിൾ കാണിക്കാം. ഓക്കെ. USD. നമ്മുടെ യൂറോസിറ്റിയുടെ നിലവിലെ ചാർട്ടാണ്. ഓക്കെ. ഇവിടെ യൂറോസിറ്റി നിലവിൽ ട്രേഡ് ചെയ്യുന്ന ഈ ഒരു ഇത് കണ്ടോ? റേറ്റ് കണ്ടോ? എത്രയാ? 1.17858 അല്ലേ? ഇപ്പൊ 8 എന്നുള്ളത് മാറിയിട്ട് 10 ആയപ്പോ ഇവിടെ 5 ആയിരുന്നു, അതെന്തായി മാറി? 6 ആയി മാറി. ഇപ്പൊ 9 ആയപ്പോ തിരിച്ച് താഴേക്ക് ഇറങ്ങിയപ്പോ ഇവിടെ 5 ആയി മാറി. ഇപ്പൊ 0 എന്തായി? ആ 9 എന്നുള്ളത് 2 ആയി. അതെ, 10, 11, 12 ആയി. അപ്പൊ ഇവിടെ എന്തായി? 6 ആയി. കണ്ടോ മാർക്ക് ചേഞ്ചസ് വരുന്നത്? കണ്ടോ? നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ ഈ പിപ്പറ്റിൽ വരുന്ന മൂവ്മെന്റ് കാരണമാണ് ആക്ച്വലി ഇവിടെയുള്ള സംഖ്യ മാറുന്നത്. അങ്ങനെ ജസ്റ്റ് ഒരു എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രം. ഓക്കെ. ക്ലിയർ ആണോ പറഞ്ഞേ? ഓക്കെ ആണോ? ഇപ്പൊ പിപ്പും പിപ്പറ്റിന്റെ കേസ് മനസ്സിലായോ? നേരത്തെ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞ ആൾക്ക് ക്ലിയർ ആയോ? ഓക്കെ, ഓക്കെ, ഫൈൻ, ഫൈൻ. ഓക്കെ. ഇനി നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം JPY, ഓക്കെ, ജപ്പാനീസ് യെന്ന് പെയറായി വരുന്ന ആൾക്ക് ആക്ച്വലി ഇവിടെ 4 ആൾക്കാരുണ്ടാവില്ല, പകരം 2. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ USD എത്ര ആളുണ്ടാവും? പോയിന്റ് കഴിഞ്ഞതിന് ശേഷം 5 പേരുണ്ടാവും അല്ലേ? ഇതിവിടെ പിപ്പാണ്, പിപ്പറ്റും കൂടി അടക്കം 5 പേരുണ്ടാവും. പക്ഷെ JPY പെയറായിട്ട് വരുന്ന കറൻസി പെയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ 4 അല്ലെങ്കിൽ 3 ഒന്നും കാണാൻ കഴിയില്ല. ഈ പിപ്പറ്റടക്കം 3 കാണാൻ കഴിയുള്ളൂ. ഓക്കെ. ഇതില്
മനസ്സിലായോ? യൂറോ യു എസ് ഡി ആണ് എന്നുണ്ടെങ്കിൽ അവിടെ 4 ആൾക്കാരുണ്ടാവുന്ന സമയത്ത് JPY ആണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര ആളാണ് ഉണ്ടാവുക? പിപ്പിന്റെ സ്ഥാനത്ത് 2 ആൾക്കാരാണ് ഉണ്ടാവുക. പിപ്പറ്റ് അടക്കം 3 ആൾക്കാരാണ് ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഞാൻ പറഞ്ഞു ഇതൊന്നും അതെന്തോ ട്രേഡിങ്ങിൽ നമ്മള് ഉം അത് ഈ പറഞ്ഞോ പോയിന്റ് ബ്രോ. കഴിഞ്ഞുള്ള ഇത് നോക്കിയാൽ പോരെ നമ്മളത്. ആക്ച്വലി ഇത് നമ്മൾ ഓരോ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഓരോ പോയിന്റുകൾ ഇപ്പോൾ ഇവിടെ കണ്ടോ 19 ഇപ്പൊ ഈ 1880 ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പൊ ഇതിൽ തന്നെ നമ്മൾ എല്ലാ പോയിന്റുകളും നോക്കൂല. അപ്പൊ ഈ ഒരു പോയിന്റ് കണ്ടോ 1800. ഓക്കെ, ഇതൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം മാർക്കറ്റിന് ഇവിടെ ഏറ്റവും കൂടുതൽ ലൈക്ക് മാർക്കറ്റിൽ നല്ലൊരു വാല്യൂ ആണ് ഇതില്ലേ. ഓരോ എന്താ പറയാ, നമ്മൾ ബെഞ്ച് മാർക്ക് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു പോയിന്റ് അല്ലേ ഇത്. ഇങ്ങനത്തെ പോയിന്റുകൾ മാത്രമേ നമ്മൾ ഇവിടെ നോക്കുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിലൊന്നും ഇത് പിപ്പ് മൂവ്മെന്റ് വന്നോ അല്ലെങ്കിൽ പിപ്പറ്റ് മൂവ്മെന്റ് ഇത് ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നോക്കൂല. നമ്മൾ മാക്സിമം നോക്കുക എന്ന് പറഞ്ഞാൽ ഈ ചാർട്ട് നോക്കും. ഈ ചാർട്ടിൽ ഈ കാൻഡിൽസ് പ്രിന്റ് ചെയ്തേക്കുന്ന ഏതൊക്കെ രീതിയിലാണ്, ഈ കാൻഡിൽസ് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മളോട് പറയണത്, ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി ഇവിടെ ഫോക്കസ് ചെയ്യുക. മനസ്സിലായോ? ഇവിടെ ഈ പിപ്പിലും പിപ്പറ്റിലും വരുന്ന മൂവ്മെന്റ്സ് നമ്മളെ സംബന്ധിച്ച് അത്ര ബാധകല്ല. ഓക്കെ, ട്രേഡ് ചെയ്യുന്ന സമയത്താണ്. ക്ലിയർ ആയോ? ചോദിച്ച ആൾക്ക് മനസ്സിലായോ? ഹലോ. മനസ്സിലായി സാറേ. ഓക്കെ, അതന്നെയല്ലേ ചോദിച്ചേ? ഏഹ് അതന്നെയല്ലേ ചോദിച്ചേ? തന്നെയാണ് ചോദിച്ചത്. ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ. ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെയാണോ? പിപ്പ്, പിപ്പറ്റിന്റെ കേസ്, ഫോറക്സ് മാർക്കറ്റ് അവേഴ്സ്, അതേപോലെ ഫോറക്സ് കറൻസി പെയർ. മാർക്കറ്റ് എങ്ങനെയാ? ഫോറക്സ് മാർക്കറ്റ് കഴിഞ്ഞു അല്ലേ? ഞാൻ ലേറ്റ് ആയിട്ടാ കയറിയത്. ഓക്കെ, റെക്കോർഡിംഗ് അവൈലബിൾ ആകും ബ്രോ. ബാക്കി ആ, ആ, കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, കൂടുതലായിട്ടൊന്നും ഡീപ്പായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ലോട്ട് സൈസ്. ഓക്കെ, ഫോറക്സ് മാർക്കറ്റിൽ ലോട്ട് സൈസ് എന്താണ്? ഇപ്പോൾ നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് ഇപ്പൊ നമ്മളൊരു കടയിൽ പോവാണ്, സാധാ ഒരു ഒരു മാർക്കറ്റിൽ പോവാണ്, ഒരു കടയിൽ പോവാണ്. അപ്പൊ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാനാ പോണേന്ന് വിചാരിക്കാം. ഓക്കെ, ഫ്രൂട്ട്സ് മേടിക്കാൻ ചെന്നാൽ നമ്മളൊരു കടക്കാരനോട് എനിക്ക് കുറച്ച് നാരങ്ങ വേണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് മുന്തിരി വേണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രൂട്ടിന്റെ പേര് പറഞ്ഞ് ചോദിക്കുമ്പോൾ അയാൾ ഒബ്വിയസ്ലി തിരിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എത്ര വേണം എന്നുള്ളത്. ശരിയല്ലേ? അതെ. ആ, എത്ര വേണം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിനൊരു ആൻസർ പറയും അല്ലേ? 1 കിലോ വേണം, അല്ലെങ്കിൽ 1/2 കിലോ വേണം, അല്ലെങ്കിൽ 2 കിലോ വേണം, ഇങ്ങനെ ഒരു ആൻസർ പറയും. ശരിയല്ലേ? യെസ്. ഇതേപോലെ നമ്മൾ ഫോറസ്റ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ബ്രോക്കേഴ്സിന്റെ അടുത്ത് നമ്മൾ ബൈ ഓർ സെൽ ബട്ടൺ നിൽക്കുമ്പോൾ അവിടെയും നമ്മൾക്ക് ഇതേപോലെ ഒരു ക്വാണ്ടിറ്റി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. അതായത് നമുക്ക് എത്ര ക്വാണ്ടിറ്റി യൂറോ USD വേണം, നമുക്ക് എത്ര ക്വാണ്ടിറ്റി GBP USD വേണം. ഓക്കെ, നോക്കാം. ഹലോ. ഓക്കെ, എത്ര ക്വാണ്ടിറ്റി വേണം? ആരാ സംസാരിക്കുന്നേ? ലൈക്ക് ഇന്നോടാണോ? ഓക്കെ ഫൈൻ. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി GBP USD വേണം, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി യൂറോ USD വേണം എന്നുള്ള കാര്യം ബ്രോക്കർ നമ്മളടുത്ത് ചോദിക്കും. അപ്പൊ നമ്മൾ അതിനുള്ള ഒരു ആൻസർ കൊടുക്കണം. എനിക്ക് 1 ക്വാണ്ടിറ്റി വേണം. അവിടെ ആ ഒരു ക്വാണ്ടിറ്റി എന്നുള്ള വേർഡിന് പകരം നമ്മൾ മാർക്കറ്റിൽ ഫ്രൂട്ട്സിന്റെ അവിടെ 1 കിലോ എന്ന് പറഞ്ഞതിന് പകരം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വേർഡാണ് എന്ത്? ലോട്ട്. ലോട്ട്. ഓക്കെ, ലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ബ്രോക്കറിന്റെ അടുത്ത് എത്ര എണ്ണം വേണം എന്നുള്ളതിന് പറയുന്ന വേർഡാണ് എന്ത്? ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പം 1 ലോട്ട് വേണം, അല്ലെങ്കിൽ 2 ലോട്ട് വേണം, അല്ലെങ്കിൽ 0.5 ലോട്ട് വേണം. ഇതൊക്കെ ആയിരിക്കും നമ്മൾ അവിടെ ചൂസ് ചെയ്യുക. ക്ലിയർ ആണോ? പറഞ്ഞ എന്താണ് ലോട്ട് എന്ന് പറഞ്ഞ കാര്യം മനസ്സിലായോ? യെസ്. ഓക്കെ, ഇനി എന്തുകൊണ്ട് ഇപ്പൊ നമ്മളിപ്പോ 1 ലോട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 1 ലോട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ അർത്ഥാക്കുന്ന കാര്യം ഒരു എണ്ണം എന്നല്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1 ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു എണ്ണം എന്നല്ല. ഇപ്പൊ നമ്മളിപ്പോ 1 കിലോ നാരങ്ങ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു നാരങ്ങ മാത്രമായിരിക്കും ഉണ്ടാവുക? ആണോ? അത്രയും വലിയ ഒരു നാരങ്ങ അഞ്ചോ ഉണ്ടാവോ? ആറിനൊക്കെ ഉണ്ടാവും. 5-6 ഉണ്ടാവും അല്ലേ? ശരിയല്ലേ? ഇന്ത്യൻ അതേപോലെ മാർക്കറ്റിൽ ഒരു ലോട്ട് 65 എണ്ണം.
അതെ അതെ. അതേപോലെ ഒരു ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഞ്ച് ഓഫ് അല്ലെങ്കിൽ ഒരു കൂട്ടം എന്തുണ്ടാവും, യൂറോ യു എസ് ഡി അതിനകത്ത് ഉണ്ടാവും. അപ്പൊ നമ്മൾ കളക്റ്റീവായിട്ട് എന്താണ് വിളിക്കുക? ലോട്ട് എന്നാണ് വിളിക്കുക. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ ഈ ലോട്ട്സിനെ തന്നെ മൂന്ന് ഡിഫറെന്റ് ടൈപ്പായിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ലോട്ട്, മിനി ലോട്ട്, മൈക്രോ ലോട്ട്. അപ്പൊ അതിന്റെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതിലുള്ള ലോട്ടിൽ വരുന്ന യൂറോസിറ്റിന്റെ എണ്ണം കുറവായിരിക്കും അല്ലെങ്കിൽ കൂടുതലായിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? മിനി ലോട്ട് അല്ലെങ്കിൽ മൈക്രോ ലോട്ട്. മൈക്രോലോട്ട്സ് ഏറ്റവും കുറവായിരിക്കും. അതെ. അപ്പോ ഈ ലോട്ട്സിന്റെ അതിൽ വരുന്ന ക്വാണ്ടിറ്റിയെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മൂന്ന് ടൈപ്പായിട്ട് കാറ്റഗറി. കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ലോട്ട്, ആൻഡ് സെക്കൻഡ് വൺ മിനി ലോട്ട്, ആൻഡ് തേർഡ് വൺ മൈക്രോ ലോട്ട്. ഇപ്പോൾ ലോട്ട് എന്താണ് എന്നുള്ള കാര്യം മനസ്സിലായോ? Yes. വാട്ട് ഈസ് ലോട്ട് സൈസ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? എല്ലാരും ഒന്ന് പറഞ്ഞേ. ചാറ്റ് മനസ്സിലായി. ബോക്സ്, ചാറ്റ് ബോക്സ്. ഓക്കെയാണ്. ഇല്ല, മനസ്സിലായില്ല. ഓക്കെ. യെസ്, ഓക്കെ. ഒന്നും കൂടി നമുക്ക് പറയാം, ലോട്ട് സൈസ് എന്താന്ന് പറയാം. ഒരാൾ മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോ ലോട്ട് സൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ബ്രോക്കറിന്റെ അടുത്ത് നമ്മൾ ഒരു യൂറോ യു എസ് ഡി ബൈ ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ സെൽ ചെയ്യാൻ പോവാണ്. ഓക്കെ. അപ്പം നമ്മൾ ആ ഒരു ഇന്റൻഷനോട് വരുമ്പം ആ ബ്രോക്കറിന്റെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ആപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം എന്ന് നമ്മൾ രേഖപ്പെടുത്തണം, അല്ലേ? അല്ലാതെ ഇപ്പൊ നമ്മൾ സിമ്പിളായിട്ട് നമ്മളൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത്ര കിലോ വേണം എന്ന് പറയുന്നത് പോലെ നമ്മൾ ഫോറക്സ് മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന ടേമാണ് എന്ത്, ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ബ്രോക്കറിന്റെ അടുത്ത് യൂറോ യു എസ് ഡി അല്ലെങ്കിൽ GBP USD ബൈ ചെയ്യാനോ സെൽ ചെയ്യാനോ പോകുമ്പം അവിടെ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട അല്ലെങ്കിൽ അവിടെ നമ്മൾ എൻറ്റർ ചെയ്യേണ്ട ക്വാണ്ടിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ലോട്ട്. ചിലപ്പം ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ അവര് ഒരു ലോട്ട് യൂറോ യു എസ് ഡി നമുക്ക് എന്ത് ചെയ്യും, അവർ തരും. സിംപിളി നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു കിലോ എന്ന് പറയുന്നതിന് പകരം ആ കിലോന്റെ സ്ഥാനത്ത് വരുന്ന ആളാണ് ആര്, ഈ ലോട്ട് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ലോട്ട്സിൽ എത്ര എണ്ണം ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും കണക്കുണ്ടോ? ഉണ്ട്, ഞാൻ അതിലേക്ക് വരാം. ഇപ്പോ ഈ ലോട്ട് എന്താന്ന് മനസ്സിലായോ? മനസ്സിലായില്ല എന്ന് പറഞ്ഞ അമിത്, ക്ലിയർ ആയോ? CX ട്രേഡ് ലോട്ട്സ്, MCX ട്രേഡ് ഇല്ലേന്നോ? മനസ്സിലായില്ലോ ബ്രോ? ഓക്കെ. ഇനി നെക്സ്റ്റ് വണ് സ്റ്റാൻഡേർഡ് ലോട്ട്. ഓക്കെ. സ്റ്റാൻഡേർഡ് ലോട്ട്, മിനി ലോട്ട്, മൈക്രോ ലോട്ട്. സ്റ്റാൻഡേർഡ് ലോട്ടിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് 1.0 ലോട്ട് അല്ലെങ്കിൽ ഒരു ലോട്ട്. നമ്മളിപ്പോ 2 ലോട്ട് അല്ലെങ്കിൽ 3 ലോട്ട്, ഇതൊക്കെ സ്റ്റാൻഡേർഡ് ലോട്ടുകളാണ്. ഓക്കെ. ഇവിടെ എത്ര യൂണിറ്റ് ഓഫ് കറൻസി ഉണ്ടാവും? എത്ര യൂണിറ്റ് ഓഫ് കറൻസി ഉണ്ടാവും? 1 lakh യൂണിറ്റ് ഓഫ് കറൻസി ഉണ്ടാവും ഒരു സ്റ്റാൻഡേർഡ് ലോട്ടിനകത്ത്. ഓക്കെ. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് 1.0. ഓക്കെ. ഇവിടെ എന്തായാലും ഒരു സംഖ്യ ഉണ്ടാവും, സീറോ അല്ലാത്ത ഒരു സംഖ്യ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടാവും. അതിനുശേഷം പോയിന്റ്, ഇപ്പോൾ 1.5 എന്ന് പറഞ്ഞാലും സ്റ്റാൻഡേർഡ് ലോട്ട് തന്നെയാണ്. 2.5 എന്ന് പറഞ്ഞാലും സ്റ്റാൻഡേർഡ് ലോട്ട് തന്നെയാണ്. ഓക്കെ. ഇനിയിപ്പോ 3 എന്ന് പറഞ്ഞാലും 30 എന്ന് പറഞ്ഞാലും ഒക്കെ എന്ത് തന്നെയാണ്, സ്റ്റാൻഡേർഡ് ലോട്ടാണ്. ഈ ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഡിനോട്ട് ചെയ്യണത്. ഓക്കെ, ക്ലിയർ അല്ലേ? സാറേ അപ്പൊ ഈ ഇതിന് 3 ലോട്ട് കറൻസി എന്ന് പറയുമ്പോ 3 ലക്ഷം യൂണിറ്റ് ഓഫ് കറൻസീസ് അവിടെ ആ ഒരു ലോട്ടിനകത്ത് ഉണ്ടാവും. 1 ലക്ഷം, അപ്പൊ 3 ലോട്ട് തമ്മെന്ന് പറയുമ്പോ 3 ലക്ഷം ആയില്ലേ? അതെ. ഓക്കെ. ഓക്കെ. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പൊ മാർക്കറ്റിൽ നമ്മൾ ഓരോ പിപ്പ് മൂവ് ചെയ്യാന്നാണ് പറയാ, അല്ലെ? അഥവാ ഇന്ത്യൻ മാർക്കറ്റിൽ രൂപ മൂവ് ചെയ്തു എന്നുള്ളതിന് പകരം നമ്മളിവിടെ എന്താ യൂസ് ചെയ്യുക, പിപ്പ് മൂവ് ചെയ്യുക. ഇപ്പൊ അപ്പം ഒരു പിപ്പ് മൂവ് ചെയ്തു, ഒരു പിപ്പ് മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡിലോട്ടാണ് എടുത്തത് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടി? 10 രൂപ. $10 പ്രോഫിറ്റ് കിട്ടി. അതേസമയം ഒരു പിപ്പ് താഴേക്ക് പോയാലോ
എത്ര രൂപ ലോസ് ആയി? എത്ര ഡോളർ 10 ലോസ് രൂപ ആയി? 10 $10. ഡോളർ ലോസ് ആയി. മനസ്സിലായോ? ഇനിയിപ്പോ നിങ്ങൾ മാർക്കറ്റിൽ സെല്ലാണ് ചെയ്തത്, അപ്പം ഒരു പിപ്പ് താഴേക്ക് മൂവ് ചെയ്താൽ $10 പ്രോഫിറ്റ് കിട്ടി. പ്രോഫിറ്റ്. അതേസമയം ഒരു പിപ്പ് മുകളിലേക്ക് മൂവ് ചെയ്താൽ $10 നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് എന്തായി? ലോസ് ലോസ്. ആയി. ക്ലിയർ? ഇപ്പാണ് ഇതാണ് പിപ്പത്താണോ സാറേ? എങ്ങനെയാ? ഇപ്പാണോ പിപ്പത്താണോ? പിപ്പറ്റല്ല, പിപ്പ്. ഓക്കെ, 10 പിപ്പറ്റ് മൂവ് ചെയ്യുമ്പോൾ. ക്ലിയർ? ഓക്കെ. ഓക്കെ, സ്റ്റാൻഡേർഡ് ലോട്ടിനകത്ത് വരുന്നല്ലേ? സ്റ്റാൻഡേർഡ് ലോട്ടിനകത്ത്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് നോക്കാം. മിനി ലോട്ട്. മിനി ലോട്ട് ഇവിടെ ആക്ച്വലി എങ്ങനെയാ ഡിനോട്ട് ചെയ്യുക? ഇവിടെ ഫസ്റ്റത്തെ ആൾ എന്താണ്? 0 ആയിരിക്കും. പോയിന്റിന് ശേഷം ആദ്യം വരുന്ന ആൾ എന്തായാലും സംഖ്യ ആയിരിക്കണം. അപ്പോൾ 0.10 അല്ലെങ്കിൽ 0.22 അല്ലെങ്കിൽ 0.38. ഓക്കെ, അല്ലെങ്കിൽ 0.30 അല്ലെങ്കിൽ 0.80. ഇതൊക്കെ പറയണത് എന്താണ്? മിനി ലോട്ടിനെയാണ് ഇതൊക്കെ ഡിനോട്ട് ചെയ്യണത്. ഇങ്ങനെയൊക്കെ നമ്മളൊരു ലോട്ട് സൈസ് കൊടുത്താൽ അതിനർത്ഥം മിനി ലോട്ടാണ് എന്നാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു 10% ഓഫ് സ്റ്റാൻഡേർഡ് ലോട്ട്സ്. അതിനർത്ഥം ആ ഒരു യൂണിറ്റിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ലോട്ടിനകത്ത് എത്ര യൂണിറ്റ് ഓഫ് കറൻസി ഉണ്ടാവും? 10,000 യൂണിറ്റ് ഓഫ് കറൻസി ഉണ്ടാവും. മനസ്സിലായോ? ഇവിടെ നേരത്തെ എത്രയാണ് ഉണ്ടായിരുന്നത്? 1 lakh അല്ലേ? ഇവിടെ 10,000 ആവും അത്. 10,000 ആവും. അപ്പൊ തന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു പിപ്പ് മൂവ് ചെയ്താൽ എത്ര ഡോളർ ആയിരിക്കും നമുക്ക് ഇവിടെ പ്രോഫിറ്റ് കിട്ടുക? $1. $1 മുകളിലേക്കോ താഴേക്കോ നമ്മൾ ബൈ ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഒരു പിപ്പ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ $1 അവിടെ പ്രോഫിറ്റ് കിട്ടി. ഒരു പിപ്പ് താഴേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ $1 നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ലോസ് വന്നു. ക്ലിയർ? Clear. ഓക്കെ, ഓ. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് പാർട്ടാണ്, ലാസ്റ്റത്തെ മൈക്രോ. മൈക്രോ. ഇതെങ്ങനെയാ ഡിനോട്ട് ചെയ്യുക? ഫസ്റ്റ് 2 0 ആയിരിക്കും. ഡെസിമലിന് മുമ്പും ശേഷവും ഇവിടെ എന്താ വരിക? 0 ആണ് വരിക. ഓക്കെ, അതിന് ശേഷം 1 അല്ലെങ്കിൽ 0.05 അല്ലെങ്കിൽ 0.09. ഓക്കെ, ഇതൊക്കെ ഡിനോട്ട് ചെയ്യണത് ഏതിനെയാണ്? മൈക്രോ ലോട്ടിനെയാണ്. ഓക്കെ, ഇവിടെ 1000 യൂണിറ്റ് ഓഫ് കറൻസി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി ഓരോ മൂവ്മെന്റിനും എത്രയേ കിട്ടുള്ളൂ? 10 സെന്റ് കിട്ടുള്ളൂ. ഓക്കെ, 10 സെന്റ്സ് ആണ് ഇവിടെ കിട്ടുക. അപ്പോൾ ഒബിയസ്ലി ഞാൻ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ലൈക്ക് ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി, ഇപ്പൊ നമ്മളൊരു സ്റ്റാൻഡേർഡ് ലോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഡോളർ പ്രോഫിറ്റ്? $0.1. അതെ, ഇവിടെ നിങ്ങൾക്ക് മൈക്രോ ലോട്ട് എടുക്കാം, അല്ലെങ്കിൽ മിനി ലോട്ട് എടുക്കാം, സ്റ്റാൻഡേർഡ് ലോട്ട് എടുക്കാം. സ്റ്റാൻഡേർഡ് ലോട്ട് ഒരു ലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു പിപ്പ് മൂവ് ചെയ്താൽ $10 കിട്ടി. അതേസമയം നിങ്ങൾ മൈക്രോ ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടുള്ളൂ? 10 സെന്റേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഏതാണ് ചൂസ് ചെയ്യുക ട്രേഡ് ചെയ്യാൻ പോകുന്ന സമയത്ത്? സ്റ്റാൻഡേർഡ് ലോട്ടാണോ, ലോട്ട്. മൈക്രോ ആണോ, മിനി ആണോ? സ്റ്റാൻഡേർഡ്. മിനി, മൈക്രോ. നിങ്ങൾ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രൈസിന്റെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വരിക, അല്ലേ? അപ്പോൾ പ്രൈസ് എവിടേക്ക് മൂവ് ചെയ്താലും അതിന് വ്യക്തമായിട്ടുള്ള ഒരു റീസൺ ഉണ്ടായിരിക്കണം. നമ്മുടെ അനാലിസിസ് പ്രകാരം അതിന് വ്യക്തമായിട്ടുള്ള ഒരു റീസൺ കൊടുക്കാൻ പറ്റണം. അതേപോലെ തന്നെ നിങ്ങളിവിടെ ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് പറയുമ്പോഴും അതിനൊരു റീസൺ വേണം. എന്തുകൊണ്ട് കൂടുതൽ നിങ്ങൾ അത് profit എടുക്കുന്നു? കിട്ടും. കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, കൂടുതൽ ലോസും വരും. കൂടുതൽ ലോസും വരും. ലോസ് വേണമെന്നാ? അല്ല Stop loss വെക്കും. സ്റ്റാൻഡേർഡ് മിനിയല്ലേ നമ്മൾ Account- യൂസ് ചെയ്യുക. കാരണം ഒരു മിനിയാണ് യൂസ് ചെയ്യുക. മിനി എന്താ ഒരു മിനി ആവുമ്പം ചിലപ്പം രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്നുണ്ടാണോ മിനി മതി പറഞ്ഞേ? അല്ല മൂവ്മെന്റ് നമുക്ക് കൂടുതൽ ഇതാകുമ്പോ കൂടുതൽ ലോസും വരുമല്ല, അതുപോലെ കൂടുതൽ ഒരു മീഡിയം ലെവലിൽ ഇപ്പോ ഇതാവുമല്ല. മറ്റാകുമ്പോ ഒരു 1 പോയാല് 10 പോയി എന്നുള്ളതല്ല. ഓക്കെ, അപ്പോ ഇപ്പോ ബ്രോ ലൈക്ക് ഒരു 0.5 ലോട്ട് എടുത്തു എന്ന് വിചാരിക്കാം, മിനി ലോട്ട്. ഓക്കെ, അപ്പം ആ. ഒരു പിപ്പ് മൂവ് ചെയ്താൽ $5 പ്രോഫിറ്റ് ഇടൂലേ? ഒരു പിപ്പ് താഴേക്കാണെങ്കിൽ $5 പോയി ചെയ്തു. അപ്പോൾ ബ്രോന്റെ അക്കൗണ്ടിൽ ആകെ $10 ഉള്ളൂ. അത് നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ചിരിക്കും. എക്സാക്ട്ലി, അതെ, റിസ്ക് കാൽക്കുലേഷൻ. അതാണ് അവിടുത്തെ കാര്യം. ഇവിടെ ഇത്ര പിപ്പ് ഇവിടെ മൂവ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു $100 ക്യാപിറ്റൽ ഉണ്ട്, നമ്മൾ ഏതാ ചൂസ് ചെയ്യണം?
നമ്മൾ $100 ക്യാപിറ്റൽ ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ $1000 ക്യാപിറ്റൽ ഉണ്ടെങ്കിലും നമ്മൾ അവിടെ ഒരു കൃത്യമായിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് നടത്തണം. ഓക്കെ, അവിടെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇന്നത് എടുക്കണം, എൻ്റെ അടുത്ത് $100 ആണെങ്കിൽ ഇത്ര ലോട്ട്, എൻ്റെ അടുത്ത് $1000 ആണെങ്കിൽ ഇത്ര ലോട്ട് എന്ന് അടിസ്ഥാനമാക്കിയിട്ടല്ല നമ്മളോട് എടുക്കുക. അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോണ കാര്യം. ഓക്കെ, അതായത് നമ്മളിവിടെ നമ്മള് ലോസ് എക്സ്പെക്ട് ചെയ്യുന്ന അതിനനുസരിച്ച് ഒക്കെ ഇത് കൺട്രോൾ ചെയ്യുക. അതെ, അതായത് നമ്മൾ ആക്ച്വലി ഈ ഒരു റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ഒരു ലോഡ് സൈസ് ഇവിടെ കണക്കാക്കാൻ പാടുള്ളൂ. അതായത് ഒരു ട്രേഡിലേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം, എത്ര പേഴ്സൻറ്റേജ് ഓഫ് മൈ അക്കൗണ്ട് ഞാൻ റിസ്ക് ചെയ്യാൻ റെഡിയാണ് എന്നുള്ള കാര്യം ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യണം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, റിസ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. നമുക്ക് സഹിക്കാവുന്ന നഷ്ടം. അതെ, നമുക്ക് സഹിക്കാവുന്ന നഷ്ടം അല്ലെ. ചിലപ്പോ ഇത്ര ഡോളർ എന്നായിരിക്കും, ചിലപ്പോ നമ്മുടെ അക്കൗണ്ടിന്റെ ഇത്ര പേഴ്സൻറ്റേജ് എന്നായിരിക്കും അല്ലെ. ഇതിൽ നമ്മൾ ഏതാണ് കൂടുതൽ എടുക്കുക? പേഴ്സൻറ്റേജ്. അതാണ് നമുക്കൊന്നുകൂടിയും സുഖം അല്ലെ. നമ്മളെ എത്ര അക്കൗണ്ട് ആണെങ്കിലും അതായിരിക്കും ഒന്നുകൂടി സേഫ്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ പേഴ്സൻറ്റേജ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏത് പേഴ്സൻറ്റേജിലായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുക? 1% ആണോ, 50% ആണോ, അല്ലെങ്കിൽ 5% ആണോ, അല്ലെങ്കിൽ 75%? സ്റ്റാൻഡേർഡ് റേഷ്യോ 1:2 അല്ലേ സാറേ? എങ്ങനെയാ? 1:2 അല്ലേ സ്റ്റാൻഡേർഡ് റേഷ്യോ? അത് വിൻ റേഷ്യോ. ഓക്കെ, ഞാൻ റിസ്ക് പേഴ്സൻറ്റേജാ ചോദിച്ചത്. ഓക്കെ, അതായത് നമ്മൾ അക്കൗണ്ടിൽ നിന്ന് ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ആ അക്കൗണ്ടിൽ നിന്ന് മാക്സിമം എത്ര പേഴ്സൻറ്റേജ് നമുക്ക് ലോസ് സഹിക്കാൻ പറ്റും അല്ലെങ്കിൽ നഷ്ടം വരാൻ പറ്റും, അതാണ് ഇവിടെ ചോദിച്ചത്. അതായത് മാക്സിമം ഒരു 1 to 2% ആയിരിക്കും നമ്മൾ റിസ്ക് ചെയ്യാം. ഇനി നിങ്ങൾ കൂടുതൽ കയറിപ്പോയാൽ അഥവാ മാക്സിമം 3%-ലെങ്കിലും നിങ്ങൾ അവിടെ റിസ്ക് എൻഡ് ചെയ്തിട്ടുണ്ടാവണം. അതായത് ഒരു ട്രേഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 3% ഓഫ് ആ ഒരു ട്രേഡ് ലോസായി. ഇപ്പൊ നമ്മൾ ഒരു ബൈ ആണ് എടുത്തത്, പക്ഷെ മാർക്കറ്റ് നമ്മൾ വിചാരിച്ച പോലെ മൂവ് ചെയ്തില്ല, മാർക്കറ്റ് താഴെ വന്ന് SL അടിച്ചു. ആ SL അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ അക്കൗണ്ടിന്റെ മാക്സിമം 3% അല്ലെങ്കിൽ 2% അല്ലെങ്കിൽ 1% മാത്രമേ നഷ്ടപ്പെടാൻ പാടുള്ളൂ. അങ്ങനെ ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ലോസ് വന്നാൽ പോലും നമ്മുടെ അക്കൗണ്ട് അവിടെ സേഫ് ആയി കിടക്കുള്ളൂ. അതേസമയം നമ്മൾ 50% റിസ്ക് ചെയ്താലോ, 2 ട്രേഡ് കണ്ടിന്യൂസ് ആയിട്ട് ലോസ് വന്ന അക്കൗണ്ട് പൂട്ടിപ്പോയി. കേട്ടോ. അതെ, ശരിയല്ലേ? അതെ. അതെ. അപ്പോ ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യണത്. നമുക്ക് കൂടുതൽ ട്രേഡ്സ് എടുക്കണം. എപ്പോഴും മാർക്കറ്റ് നമ്മുടെ അനാലിസിസ് എത്ര A+ സെറ്റപ്പ് ആണെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യാം, അത് റിജക്ട് ചെയ്ത് മാർക്കറ്റ് ചിലപ്പോൾ മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അക്കൗണ്ട് അവിടെ സേഫ് ആക്കി ഇരിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് നമ്മളെ കയ്യിലുള്ളത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു ട്രേഡിലേക്ക് ഇറങ്ങുമ്പോൾ ലോഡ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? റിസ്ക് അവിടെ ഡിഫൈൻ ചെയ്യുക. ഞാൻ എത്ര പേഴ്സൻറ്റേജ് റിസ്ക് ചെയ്യും? ഓക്കെ, ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്കൊരു 1% എടുക്കാം. ഓക്കെ, ഏറ്റവും മിനിമൽ ആയിട്ടുള്ള 1%. ക്യാപിറ്റലിന്റെ ഇതാണോ അതോ എത്ര ക്യാപിറ്റൽ ആണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ എടുക്കുന്നതാണ് ബ്രോ സേഫ്. അല്ല, ഞാൻ ഓക്കെ, ചോദിച്ചത് അങ്ങനെയല്ല. നമ്മള് എൻറ്റർ ചെയ്യുന്ന പ്രൈസിന്റെ 1% അല്ല അല്ല ആകുകയാണ്. അല്ല, നമ്മുടെ ക്യാപിറ്റലിന്റെ. ഇപ്പൊ നിങ്ങളെ കയ്യിൽ $500 ഒരു അക്കൗണ്ട് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 500ന്റെ 1% നിങ്ങൾ അവിടെ റിസ്ക് ചെയ്താൽ മതി. മനസ്സിലായോ? ഓക്കെ, നിങ്ങളുടെ ക്യാപിറ്റലിന്റെ ആണ് നമ്മൾ അവിടെ റിസ്ക് നോക്കേണ്ടത്. ഓക്കെ, കേട്ടില്ല? ഓക്കെ ഓക്കെ 5,000 അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ എത്ര റിസ്ക് ചെയ്യാവൂ? മാക്സിമം 1% അല്ലെങ്കിൽ 2% റിസ്ക് ചെയ്യാവൂ. ഓക്കെ, ഇനി ഫണ്ടഡ് അക്കൗണ്ടിന്റെ കേസസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ, ഫണ്ടഡ് അക്കൗണ്ട് ആവുമ്പം നിങ്ങൾ മാക്സിമം 1% ചെയ്യാവൂ. അതിന്റെ 2% 3%ലേക്ക് പോവാതെ നിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഫണ്ടഡ് അപ്പോൾ അക്കൗണ്ട് നമ്മൾ ടോട്ടല്
5% വരെയല്ലേ വരാവുള്ളൂ വരാൻ പാടുള്ളൂ. അതുകൊണ്ടൊക്കെയാണ് മാക്സിമം 1% റിസ്ക് ചെയ്യാവുന്നത്. എങ്ങനെയാ? കേട്ടില്ല ബ്രോ. ഓക്കെ, അപ്പോൾ റിസ്ക് 1% ആണ് നമ്മളിവിടെ ചെയ്യാന്ന് ആദ്യം ഡിഫൈൻ ചെയ്തു അല്ലെ. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ വേണ്ടത്? ലോഡ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, റിസ്ക് 1% ആണെന്ന് ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് ലോഡ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ ലോഡ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വെബ്സൈറ്റ് ഉണ്ട്. ബേബി പിപ്സ് എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട്, അതേപോലെ FX ബുക്ക് അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റും ഉണ്ട്. ഞാൻ പേഴ്സണലി ചൂസ് ചെയ്യണത് ഈ ഒരു വെബ്സൈറ്റ് ആണ്. ഇതൊന്നും കൂടി സിമ്പിൾ ആണ്. ഈ ബേബി പിപ്സിനേക്കാളും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് പോയിട്ട് കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ജസ്റ്റ് ഞാനൊരു വെബ്സൈറ്റ് ഒന്ന് എടുക്കാട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? FX ബുക്ക്, മൈ FX ബുക്ക് എന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്യാം. ഓക്കെ, ഗൂഗിളിൽ മൈ FX ബുക്ക് എന്ന് കൊടുക്കുക. അതിൽ myfxbook.com എന്ന് വരും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഈ പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ എന്നുണ്ടോ, ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് ഈ ലിങ്കിൽ കയറിയിട്ട് ഇങ്ങനെയും പോവാം. അല്ലെങ്കിൽ myfxbook.com എന്നുള്ള വെബ്സൈറ്റിന്റെ ഹോം പേജിൽ പോവുക. ഇവിടെ നിങ്ങൾക്ക് FX കാൽക്കുലേറ്റേഴ്സ് എന്ന് കാണാം. കണ്ടോ? ഈ മാർക്കറ്റിന്റെ താഴെ ഇവിടെ കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ? യെസ്. ഓക്കെ, FX കാൽക്കുലേറ്റേഴ്സ് എന്നുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് വൺ പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ എന്ന് ക്ലിക്ക് ചെയ്തിട്ടും അങ്ങനെയും വരാം. ഓക്കെ, 2 രീതിയിൽ ആ ഒരു പൊസിഷൻ സൈസിങ് ചെയ്യണതിന്റെ അവിടേക്ക് എത്താം. ഒന്നെങ്കിൽ ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് FX കാൽക്കുലേറ്ററിൽ പോയിട്ട് പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ എടുക്കാം. ഓക്കെ, ഇവിടെ നമ്മളോട് അവർ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? കറൻസി പെയർ ഏതാണ്? നമ്മൾ ട്രേഡ് ചെയ്യുന്ന കറൻസി പെയർ ഏതാണ്? ഇപ്പൊ USD ആണെങ്കിൽ USD, ഇനിയിപ്പോ GBP/USD ആണെങ്കിൽ അതൊരു ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, GBP/USD. കണ്ടോ? അതിവിടെ വരും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് കറൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലുള്ള കറൻസി ഏത് ഫോർമാറ്റിലാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, US$ ആണോ അല്ലെങ്കിൽ പിന്നെ GBP ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. AUD ആണോ? നമ്മൾ US$ നമ്മുടെ അക്കൗണ്ട് ഉണ്ടാവുക, അത് അങ്ങനെ കൊടുക്കുക. പിന്നെ അക്കൗണ്ട് സൈസ്, ഇത് നമ്മുടെ അക്കൗണ്ടിന്റെ സൈസ്, നമ്മുടെ അക്കൗണ്ട് എത്ര, അതായത് 5000 നമ്മുടെ അക്കൗണ്ടിന്റെ ബാലൻസ് ആണ്, ക്യാപിറ്റൽ ആണ് ഇവിടെ ചോദിക്കുന്നത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിളിന് $5000 എന്ന് കൊടുത്തു. ഓക്കെ, ക്ലിയർ? ഇനി നെക്സ്റ്റ് ചോദിക്കുന്ന കാര്യമുണ്ടോ? റിസ്ക് റേഷ്യോ, അതായത് ഇവിടെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ റിസ്ക് ചെയ്യുന്നതെന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് 1% ആണ് റിസ്ക് ചെയ്യണത്, അത് ഞാൻ അവിടെ കൊടുത്തു. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പെർസെൻറ്റേജ് അല്ല, ഇനി മണി, ഇത്ര മണി, ഇപ്പൊ നമ്മൾ എത്ര ട്രേഡ് എടുത്താലും ഒരു ട്രേഡിൽ നിന്ന് മാക്സിമം ഞാൻ $10 അവിടെ റിസ്ക് ചെയ്യാൻ പോകണുള്ളൂ. അഥവാ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞു, അത് ലോസ് വന്നാലും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് $10 പോകാവൂ. അങ്ങനെയാണെങ്കിൽ ആ $10 എന്നാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, പെർസെൻറ്റേജിന് പകരം എമൗണ്ട് ആണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. ഇപ്പൊ നമ്മളിവിടെ റിസ്ക് ആണ് നോക്കുന്നത്, അപ്പോൾ പെർസെൻറ്റേജ് ആണ് നോക്കുന്നത്. സോ ഞാൻ റിസ്ക് റേഷ്യോ എന്നുള്ള അത് കൊടുത്തു, 1% റിസ്ക് ചെയ്യാണെന്ന് കൊടുത്തു. ഇനി അവർ നെക്സ്റ്റ് ചോദിക്കുന്ന കാര്യമാണ് എന്ത്? സ്റ്റോപ്പ് ലോസ് പിപ്പ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് പിപ്പ്, നമ്മുടെ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇവിടെ നിന്നാണ് ട്രേഡ് എടുത്തത്. ഓക്കെ, ഇവിടുന്ന് ഒരു ബൈ ആണ് എടുക്കണേ. ബൈ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ ഉദ്ദേശം? മാർക്കറ്റ് എത്രത്തോളം മുകളിലേക്ക് പോവോ അത്രത്തോളം എനിക്ക് പ്രോഫിറ്റ് ആണ് അല്ലെ? എത്രത്തോളം താഴെ വരുന്നോ അത്രത്തോളം ലോസ് ആണ്. അപ്പൊ ഞാൻ ലോസ് ഡിഫൈൻ ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ ഇത്ര ലോസ് വന്ന എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആ ട്രേഡ് എക്സിറ്റ് ചെയ്യണം എന്ന് ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ഏരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ? ഹലോ, അതെ. എല്ലാരും പോയോ? ഇല്ല. ഇവിടെ ഇല്ലേ? ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടം വരാവുന്ന ഏരിയ അല്ലെ? മാക്സിമം നമ്മൾ നഷ്ടം വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ട്രേഡ് എക്സിറ്റ് ചെയ്യണമെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഏരിയ ആണ് എന്ത്? ഈ സ്റ്റോപ്പ് ലോസ് ഏരിയ. അപ്പോൾ സ്റ്റോപ്പ് ലോസ് പിപ്പാണ് ഇവിടെ ചോദിച്ചത്. അതിനർത്ഥം എന്താ? നമ്മൾ ഇവിടെ നിന്നാണ് ട്രേഡ് എടുത്തത്, ഈ ഏരിയയിൽ നിന്നാണ് ട്രേഡ് എടുത്തത്. അപ്പം ഈ സ്റ്റോപ്പ് ലോസിലേക്ക് എത്ര പിപ്പ് മൂവ് ചെയ്യണം?
ഓക്കെ, എത്ര പിപ്പ് പ്രൈസ് താഴേക്ക് മൂവ് ചെയ്താലാണ് സ്റ്റോപ്പ് ലോസ് എന്നുള്ള ആ ഏരിയയിൽ എത്തുക, അതാണ് ഇവിടെ ചോദിച്ച കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര പിപ്പ് മൂവ് ചെയ്യണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, ശരിയല്ലേ? അപ്പോൾ നമുക്കതെങ്ങനെ സിമ്പിളായിട്ട് ഒരു ചാർട്ടിനകത്ത് നോക്കുക എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, അപ്പം അത് നമ്മൾ ചാർട്ടൊക്കെ അനലൈസ് ചെയ്യുക ഈ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ്. ഓക്കെ, tradingview.com. ഇതിൻ്റെ ഒരു പിന്നെ ട്യൂട്ടോറിയൽ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഫുൾ ക്ലാരിറ്റി അവിടെ കിട്ടും കേട്ടോ. ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ഈ വെബ്സൈറ്റ് എടുക്കുന്നതെന്നുള്ള കാര്യം ജസ്റ്റ് പറഞ്ഞുതരാം. എന്ത് ചെയ്യുക, ട്രേഡിംഗ് വ്യൂ എന്നുള്ള ഇതൊന്ന് ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ട്രേഡിംഗ് വ്യൂ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഈ ഒരു ഓപ്ഷൻ ട്രേഡിംഗ് വ്യൂ ട്രാക്ക് ഓൾ മാർക്കറ്റ്സ്, ഇത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരു ഇന്റർഫേസ് ആയിരിക്കും. ലൈക്ക് ഇവിടെ ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്. ലോഗിൻ ചെയ്തില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ സൈൻ ഔട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഇപ്പൊ ഇങ്ങനെ ആയിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് സൈൻ ഇൻ കൊടുക്കാം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് സൈൻ ഇൻ കൊടുക്കുക, നിങ്ങളെ ഗൂഗിൾ ID പാസ്വേഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ എന്താവും, നിങ്ങൾക്ക് ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് ത്രൂ നിങ്ങളുടെ ഈ ഒരു ട്രേഡിംഗ് വ്യൂവിൽ സൈൻ ഇൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഹോം പേജ് വരുമ്പോൾ ഇങ്ങനെയാണ് ആ ഒരു പേജ് വരിക. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, സൈൻ ഇൻ കൊടുക്കുക, നിങ്ങൾ ഗൂഗിൾ ഇമെയിൽ ID പാസ്വേഡ് കൊടുക്കുക. പിന്നെ ഈ ഒരു പേജ് തന്നെയാണ് വരിക. അവിടെ നമ്മൾ ഈ പ്രൊഡക്ട്സ് എന്നുള്ള ഏരിയ കണ്ടോ, പ്രൊഡക്ട്സ്, ഇതിലെ ഫസ്റ്റ് വൺ ഏതാണ്, സൂപ്പർ ചാർട്ട്സ്. ഓക്കെ, ഈ ഹോം പേജ് വരിക, പ്രൊഡക്ട്സ് സൂപ്പർ ചാർട്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് വരിക. ഓക്കെ, ചിലപ്പോൾ വൈറ്റ് ആയിരിക്കും ബാക്ക്ഗ്രൗണ്ട്, ചിലപ്പോൾ ആപ്പിളിന് പകരം വേറെ ഏതെങ്കിലും നിഫ്റ്റിയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും വരിക. ഓക്കെ, ഇങ്ങനെയാണ് ജസ്റ്റ് ഈ ഒരു ഇന്റർഫേസിലേക്ക് എത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ മൊത്തമായിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് തരുന്നുണ്ട്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് യൂറോ USDയുടെ ചാർട്ട് എനിക്ക് കിട്ടണം അല്ലേ. ഇപ്പൊ നമ്മളിവിടെ ട്രേഡ് ചെയ്യാൻ പോണേ ഏതാന്നാ പറഞ്ഞേ, യൂറോ USD അല്ലേ. അവിടെ അക്കൗണ്ട് സൈസ് കൊടുത്തിട്ടുണ്ട്, എത്ര പെർസെൻറ്റേജ് റിസ്ക് ചെയ്യണത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടാനുള്ള ആൾ ആരാണ്, സ്റ്റോപ്പ് ലോസ് ആണ് അല്ലേ, എത്ര പിപ്പ് സ്റ്റോപ്പ് ലോസ് മൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ യൂറോ USDയുടെ ചാർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാർട്ട് കിട്ടിക്കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രാഫ് കാണാം, താഴെയും ഒരു ഗ്രാഫ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇവിടെയും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ക്ലോസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ കണ്ടോ ഒരു VOL വോളിയം എന്നുള്ള ഒരു ഭാഗം കണ്ടോ, ഈ ചാർട്ട് എടുത്ത് കഴിയുമ്പം താഴെ ഗ്രാഫ് വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സിംപ്ലി ഈ VOL അഥവാ വോളിയം എന്നുള്ള ഈ ഭാഗത്ത് വന്നിട്ട് ഇവിടെ കണ്ടോ റിമൂവ് എന്നുള്ള ഓപ്ഷൻ, ആ റിമൂവ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തായി, ഈ താഴെയുള്ള ഈ ഇവിടെ ഉണ്ടായിരുന്ന ഗ്രാഫ് പോയി. ഓക്കെ, ഇനി ക്ലിയർ ആണോ പറയണത്, നിങ്ങൾ എല്ലാവരും ഇവിടെ ഇല്ലേ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, നെക്സ്റ്റ്. ഇനി എന്തെങ്കിലും ചോദിക്കണ്ടോ? ഓക്കെ, സോറി. ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിലതുപോലെ നമുക്ക് ഇവിടെ വോളിയത്തിന്റെ ആവശ്യം തീരെ വരുന്നില്ല ഫോറക്സ് മാർക്കറ്റിൽ, അങ്ങനെയാണോ? വോളിയത്തിന്റെ ആവശ്യം വരുന്നില്ല എന്നല്ല, ലൈക്ക് വോളിയം വെച്ചും ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ SMC ആണല്ലോ പഠിക്കുന്നത്. SMCയിൽ ആ വോളിയത്തിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു അത് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ഭാഗം കണ്ടോ, AAPL സിമ്പിൾ സെർച്ച് എന്നുള്ള ഒരു ഭാഗം കണ്ടോ, ഇവിടെ ഏറ്റവും ടോപ്പില്. ഇവിടെയാണ് ആക്ച്വലി, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോറക്സ് മാർക്കറ്റിലെ പേയേഴ്സിനെ സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഇവിടെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇവിടെ നിഫ്റ്റി എന്നൊക്കെ ആണെങ്കിൽ ഇവിടേക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലേ. അല്ലെങ്കിൽ ഇപ്പം നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റി, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി, അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇനിയിപ്പം ഇവിടെ നമുക്ക് വേണ്ടത് ആരാണ്, യൂറോ USD ആണ്. ഓക്കെ, യൂറോ USD എന്ന് ഞാൻ സെലക്ട് ചെയ്തു.
യൂറോസിറ്റി എന്ന് ഞാൻ അവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ ഒരുപാട് യൂറോസിറ്റി ഉണ്ട്. ഇതൊക്കെ യൂറോസിറ്റിയാ, കണ്ടോ? ഇതൊക്കെ യൂറോസിറ്റിയാ. അപ്പം ആക്ച്വലി ഇതൊക്കെ നമുക്ക് തരുന്ന ഓരോ ബ്രോക്കേഴ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ബ്രോക്കേഴ്സ് മീൻസ് ഈ ചാർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രോക്കേഴ്സ്. ഓക്കെ, ഈ ഒരു ട്രേഡിംഗ് വ്യൂക്ക് ഈ ചാർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവൈഡറെ പേരാണ് ഈ ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഉണ്ട് FXCM ഉണ്ട്, OAND ഉണ്ട്, Forex.com ഉണ്ട്, പെപ്പർ സ്റ്റോൺ ഉണ്ട്. ഓക്കെ, ഇതിലൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസുകൾ ഉണ്ടാവും. ഓരോ ചാർട്ടിലും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ബ്രോക്കർ ആയിട്ടുള്ള ഒരു ആപ്പ് ഉണ്ടാവുമല്ലോ, നമ്മൾ ബ്രോക്കറായിട്ട് ചൂസ് ചെയ്യണ ഒരു ആപ്പ്, ആ ആപ്പിലും നമുക്ക് ചാർട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ ചാർട്ടിന് കൂടുതൽ സാമ്യം വരുന്ന ചാർട്ട് ഏതാ നോക്കിയിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഒന്നുകിൽ FXCM അല്ലെങ്കിൽ OAND, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് FXCMന്റെ ഈ ഒരു ചാർട്ട് എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? EURUSDയുടെ ചാർട്ട് ഇവിടെ അവൈലബിൾ ആയി. ഓക്കെ, EURUSDയുടെ ചാർട്ട് നമുക്കിവിടെ എന്തായി? അവൈലബിൾ ആയി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? നമ്മൾ സപ്പോസ് ഞാനിപ്പോ ഒരു ബൈ എടുക്കുകയാണ്. അതായത് ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ബൈ ചെയ്തത്. മാർക്കറ്റ് ഇവിടെ വന്നപ്പോൾ കണ്ടില്ലേ, മാർക്കറ്റ് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വന്നു, വീണ്ടും ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ബൈ എടുത്തതെന്ന് വിചാരിക്കുക. ഞാൻ സിംപ്ലി ഒരു അനാലിസിസിന് വേണ്ടി പറയാണ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഏരിയാസോ കാര്യങ്ങളോ ഒന്നും അല്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രം പറയാണ് കേട്ടോ. ഞാൻ ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ ഞാൻ ഇവിടുന്ന് ട്രേഡ് എടുത്തു, ഒരു ബൈ എടുത്തു. ഓക്കെ, ഇവിടുന്നാണ് ഞാൻ ബൈ എടുക്കാൻ വിചാരിച്ച ഏരിയ. ഇതാണ് ആ ഏരിയ. ഓക്കെ, എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്, ഏറ്റവും താഴെയാണ്. ഓക്കെ, ഇവിടെയാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ. ഈ റെഡ് ലൈൻ എന്നുള്ള ഈ ഏരിയ ആണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ. എൻ്റെ എൻട്രി പാർട്ട് എന്ന് പറയുന്നത്, എൻട്രി ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, ഈ നീല ലൈനുള്ള ഇവിടെയാണ് എൻ്റെ എൻട്രി. അപ്പോൾ ഇനി എനിക്ക് നെക്സ്റ്റ് ഇവിടെ ചൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഏരിയയിൽ നിന്ന് ഇവിടേക്കുള്ള, ഓക്കെ ഒരു മിനിറ്റ്, ഞാൻ ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്യാം. മറ്റത് ആ ഒരു ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് പറഞ്ഞാൽ ഇവിടുന്നാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഓക്കെ, ആൻഡ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇവിടെയാണ് അല്ലേ? അപ്പം സ്റ്റോപ്പ് ലോസ് പിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഏരിയ മുതൽ ഇവിടെ വരെ എത്ര പിപ്പ് മൂവ് ചെയ്യണം? ഓക്കെ, ഇവിടെ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എത്ര പിപ്പാണ്? അത് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം, എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട്. ഈ ട്രേഡിംഗ് വ്യൂവിന്റെ രണ്ട് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതെടുക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ, ഈ ലെഫ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം മെഷർ, ഒരു സ്കെയിലിന്റെ ചിഹ്നം കണ്ടോ? കണ്ടോ? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവിടുന്ന് മുതൽ ഇവിടേക്ക് വരെ ഒന്നിങ്ങനെ ഡ്രോ ചെയ്യാം. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് കുറച്ച് വാല്യൂസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ 90.6, ഈ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പാർട്ട് കണ്ടോ, 90.6 -90.6 മീൻസ് താഴേക്ക് ഇത്ര മൂവ്മെന്റ് എന്നാണ് ഈ മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള പിപ്പ് എത്രയാണ്? ആക്ച്വലി 90.6 ഓക്കെ, ഞാൻ എന്താ ചെയ്തേ, ഈ ഒരു സ്കെയിൽ എന്നുള്ള ഇതെടുക്കുന്നു, എവിടെയാണോ എൻട്രി അവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് ഇങ്ങോട്ടേക്ക് സിംപിളി ഡ്രാഗ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് എത്ര കിട്ടി? ഇവിടെ വരുന്ന സ്റ്റോപ്പ് ലോസ് എത്ര പിപ്പാണെന്ന് കിട്ടി. അതെങ്ങനെ കിട്ടി? സിംപിളി ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്, 91.4. ഓക്കെ, ഇനി നമ്മൾ ഇത് സംഭവം വേറൊരു ടൂളും കൂടി ഉപയോഗിച്ചിട്ട് സിമ്പിൾ ആയിട്ട് കാണാം. അതിന് ഈ ഒരു ടൂൾ ബാർ കണ്ടോ, ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ടൂൾ ബാറിലെ ഈ ഒരു പാർട്ട്, ഫിഫ്ത്ത് 1 2 3 4 ഫിഫ്ത്ത്, ഈ ഫിഫ്ത്ത് ടൂ ബാറിന്റെ ഇവിടെ ഈ ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ടൂൾസ് നമുക്ക് അവിടെ കാണിക്കും.
ഓക്കെ. ആ കുറേ ടൂൾസിൽ ലോങ് പൊസിഷൻ ഉണ്ട്, ഷോർട്ട് പൊസിഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ബൈ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചൂസ് ചെയ്യുന്ന ആളാണ് ആര്, ലോങ് പൊസിഷൻ. ഇനി സെല്ലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഷോർട്ട് പൊസിഷൻ എന്നുള്ള ടൂളാണ് യൂസ് ചെയ്യുക. ഓക്കെ. ഇപ്പൊ നമ്മളിവിടെ എന്താ ചെയ്തത്, ഇവിടുന്ന് ബൈ ചെയ്യാണ് ചെയ്തത് അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ ലോങ് പൊസിഷൻ എന്നുള്ള ടൂൾ എടുത്തു. എന്നിട്ട് ഞാൻ എന്താ ചെയ്യണ്ടേ, ജസ്റ്റ് എവിടെയാണോ നമ്മൾ എൻട്രി വിചാരിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ഏരിയാസ് വന്നു അല്ലേ. ഓക്കെ, രണ്ട് ഏരിയാസ് വന്നു. ഒരു പച്ച കളറിലുള്ള ഒരു ഏരിയ ഉണ്ട്, അതേപോലെ ഒരു ചുവപ്പ് കളറിലുള്ള ഏരിയ ഉണ്ട്. അപ്പം നമ്മൾ ഈ പച്ച കളർ എന്നുള്ള ഇവിടെ ഏരിയ കണ്ടോ, ടാർഗറ്റ്, നമ്മൾ എവിടെയാണ് ഇത് ടാർഗറ്റ് ചെയ്യണേ. ഓക്കെ. ഇവിടെ ലാസ്റ്റ് കണ്ടോ സ്റ്റോപ്പ്. അത് അത് ഒന്നുകൂടെ ഒന്ന് പറയാവോ, ഈ റെഡും ഗ്രീനും എടുക്കുന്നത്? സിംപ്ലി ഈ ഒരു ടൂൾ ബാർ കണ്ടോ സൈഡില്, ഈ ടൂൾ ബാറിൽ ഫസ്റ്റ് വൺ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഈ ഫിഫ്ത്ത് ഐറ്റത്തിന് തൊട്ട് ചാരിയിട്ട് ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്, ഒരു ആരോ മാർക്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ബൈ ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ ലോങ് പൊസിഷൻ, ഇനിയിപ്പോൾ സെല്ലാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് പൊസിഷൻ. ഇതാണ് നമ്മൾ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ആ ട്യൂട്ടോറിയൽ വീഡിയോയിൽ ഒന്നും കൂടി സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഓക്കെ. ഇനി ജസ്റ്റ് ഇവിടെ ഞാൻ ബൈ ആണ് എടുത്തേക്കുന്നത്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണേ, ഈ ലോങ് പൊസിഷൻ എന്നുള്ള ടൂൾ എടുക്കുക. ഓക്കെ, അത് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്, എവിടെയാണോ നമ്മൾ എൻട്രി കയറാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത്. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ടാർഗറ്റ് എന്ന് ഇവിടെ എഴുതി കാണിക്കും. ഓപ്പൺ, നമ്മൾ എൻട്രി എടുത്ത ഏരിയ. സ്റ്റോപ്പ്, എവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. അത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സിംപ്ലി ഈ ഒരു ഭാഗം ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാം. ഇത് നമ്മൾ ഗ്രാഫിൽ നമ്മുടെ ഏരിയാസ് മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, ട്രേഡ് എടുക്കാനല്ല കേട്ടോ. നമ്മൾ ആ ഒരു അനാലിസിസ് ഒക്കെ നമ്മൾക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലുള്ള ടൂൾസ് ഇവിടെ ഉപയോഗിക്കണേ. ഓക്കെ. പിന്നെ നമ്മളിവിടെ സ്റ്റോപ്പിന്റെ ഏരിയ ഇവിടെയാണ് അല്ലേ, ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ ആയിരുന്നു നമ്മളെ എൻട്രി പോയിന്റ്. ഇവിടെ കണ്ടോ, ഈ സ്റ്റോപ്പ് എന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം ഇവിടെ കണ്ടോ 91.4, അതായത് 91.4 പിപ്പ് ഇവിടുന്ന് ഇവിടേക്ക് മൂവ് ചെയ്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അതേസമയം ഇവിടെ മുകളിൽ നോക്കിയേ, ടാർഗറ്റ് എന്ന് കഴിഞ്ഞ ശേഷം ഈ ബ്രാക്കറ്റ് കഴിഞ്ഞതിന് ശേഷം കണ്ടോ 181.2, അതായത് നമ്മൾ എൻട്രി എടുത്ത ഏരിയയിൽ നിന്ന് 181 പിപ്പ് മുകളിലേക്ക് മൂവ് ചെയ്താൽ നമ്മുടെ എന്ത് ഹിറ്റായി, ടാർഗറ്റ് ഹിറ്റായി. മനസ്സിലായോ പറഞ്ഞത്? കൺഫ്യൂഷൻ ഉണ്ടോ? മനസ്സിലായി. എല്ലാരും ഒന്ന് പറഞ്ഞേ, എങ്ങനെയാണ് ഇത് എടുക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടിയോ? മനസ്സിലായി. ഓക്കെ, അതെ, ടൂൾ ബാറിന്ന് ഒന്നുകിൽ നമ്മൾ ഈ സ്കെയിൽ എന്നുള്ള ഇത് എടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു പൊസിഷൻ ടൂള്, ഒന്നെങ്കിൽ ലോങ് പൊസിഷൻ ടൂള് അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ആ നമ്മൾ എൻട്രി എടുത്തു, ഓക്കെ 1% ആണ് നമ്മൾ റിസ്ക് എടുക്കാൻ പോകുന്നത്. ഈ അതെ 91.1 എന്ന് ഉദ്ദേശിക്കുക അതാ എങ്ങനെ അത് വരുന്നു എന്നുള്ളതാണ്. 91.1 എന്നുള്ളത് എങ്ങനെയാണ് വരുന്നതെന്നോ, അതായത് ഇതിപ്പോ ഈ 1% നമ്മൾ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതായത് ഞാൻ 1% റിസ്ക് ചെയ്തിട്ട് ഇവിടുന്നാണ് ഞാൻ ട്രേഡ് എടുക്കണേ അല്ലേ. അത് മനസ്സിലായി. ഇവിടുന്ന് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് എൻ്റെ സ്റ്റോപ്പ് ലോസ് എൻ്റെ അനാലിസിസ് പ്രകാരം ഇവിടെയാണ് ഞാൻ വെച്ചത്. അപ്പൊ ചിലപ്പോൾ നമ്മുടെ ചിലരെ അനാലിസിസ് ഇവിടുന്ന് ബൈ ചെയ്യാനല്ല, ഷോർട്ട് ചെയ്യാനായിരിക്കും, അതായത് സെല്ല് ചെയ്യാനായിരിക്കും. സെല്ല് ചെയ്യാനാകുമ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ മുകളിലായിരിക്കും. ഇനിയിപ്പം ഒരാൾ SMC അല്ല വേറൊരു കോൺസെപ്റ്റ് ആണ് എടുക്കണമെന്ന് വിചാരിച്ചോ, അയാൾ ഇവിടുന്ന് ട്രേഡ് എടുത്തു. ഓക്കെ, ഇവിടുന്ന് തന്നെയാണ് ട്രേഡ് എടുക്കുന്നത്, പക്ഷെ അയാളുടെ കോൺസെപ്റ്റ് പ്രകാരം അയാളുടെ സ്റ്റോപ്പ് ലോസ് വരുന്ന ഈ താഴെയുള്ള ഏരിയ ആയിരിക്കും. അത് ഓരോ അനാലിസിസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിഫറെന്റ് ആണ്. അത് ഞാൻ ചോദിച്ചതല്ല. നമ്മളിപ്പോ 1% എന്ന് പറയുമ്പോൾ അത് എങ്ങനെ, ഈ സ്റ്റോപ്പ് ലോസ് 1%, അതായത് നമ്മൾ സഹിക്കാവുന്ന നഷ്ടമാണ് 1% എന്നുള്ളത്. അതെ, അത് നമ്മൾ ഈ ടൂൾ വെച്ചത് എങ്ങനെ കണ്ടെത്തുമെന്നാണ് ഞാൻ ചോദിച്ചത്. അത് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യണതാണ്. അതായത് നമ്മളെ അക്കൗണ്ട് 1%ന്റെ കാര്യമല്ല നമ്മളിവിടെ പറയണേ. നമ്മളിവിടെ പറയണത് ആക്ച്വലി ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പിപ്പ് ആവശ്യമുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ടൂൾ അത് ഉപയോഗിച്ച്. മനസ്സിലായി.
ആ ഈ അത് 1% മനസ്സിലായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന കാര്യം. അതായത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു $1000 അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഓക്കെ, അതിന്റെ എത്ര പെർസെൻറ്റേജ് ഞാൻ റിസ്ക് ചെയ്യാൻ റെഡിയാണെന്നുള്ളത് നമ്മുടെ ഡിസിഷനാണ്. അതൊരിക്കലും അല്ല ഞാൻ ടൂൾ ഉപയോഗിച്ചിട്ടല്ല നമ്മൾ കണ്ടെത്തുന്നത്. അത് ഞാൻ ചോദിച്ചത് അതല്ല സാറേ. ആ ഈ മാർക്കറ്റ് ഇത്ര താഴേക്ക് പോവുമല്ലോ. അതെ. അപ്പൊ താഴേക്ക് പോകുമ്പോ നമ്മൾ ഉദ്ദേശിച്ച ഒരു ലോസിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ റീഡിഫൈൻ ചെയ്ത് വെക്കണമല്ലോ. അതായത് ഇപ്പൊ ആയിരത്തിനകത്ത് നമ്മൾ എൻട്രി എടുത്തു. ഓക്കെ. ആയിരത്തിന്റെ 1% എന്ന് പറയുമ്പോ ഇവിടെ ഇതാണോ ഈ ആ, ഇതാണോ നിങ്ങൾ പറഞ്ഞത്? അല്ല, ആ, ഇവ- അങ്ങനല്ല ബ്രോ. അത് ബ്രോ മനസ്സിലാക്കി ചെന്ന ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ലൈക്ക് നമ്മൾ ആദ്യം അക്കൗണ്ടിൽ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഇപ്പൊ ബ്രോ സപ്പോസ് ഒരു അക്കൗണ്ടിൽ ഒരു ബ്രോക്കറിൽ $5000 ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് വിചാരിക്കും. $5000. ഓക്കെ, എന്നിട്ട് ബ്രോ ഫസ്റ്റ് അവിടെ ചെയ്യേണ്ട കാര്യം, ഈ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ലോസ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ള കാര്യം അവിടെ ഡിഫൈൻ ചെയ്യണം ഫസ്റ്റ് തിങ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ 1% അത് 1% ആണ് ഒരു ട്രേഡിന്ന് ബ്രോ എന്ത് ചെയ്യണത്, റിസ്ക് ചെയ്യണത്. റിസ്ക് എടുക്കുന്നത്. അതായത് $50. $50. ഓക്കെ, ഇങ്ങനെ ചെയ്താലുള്ള ഗുണം അടുപ്പിച്ച് 100 ട്രേഡ്സ് ലോസ് ആയാൽ മാത്രമേ ബ്രോന്റെ അക്കൗണ്ട് അവിടെ വാഷ് ഔട്ട് ആവുള്ളൂ. അതായത് നമ്മൾക്ക് ഞാൻ $50 വരെ ഈ ട്രേഡിനകത്ത് നമ്മള് അതായത് നമ്മള് അതായത് ബ്രോ വീക്കിലി ഇപ്പൊ ഇവിടുന്ന് ട്രേഡ് എടുത്തു കഴിഞ്ഞാല് ഓക്കെ, ഈ താഴെ ഒരു മാർക്കറ്റ് ഇങ്ങനെ $50 ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഇവിടെ എത്തി, അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു ഏരിയ എത്തുമ്പോൾ, ഇപ്പൊ ഇവിടെ എത്തിയപ്പോ ഇപ്പൊ ബ്രോ ഇവിടുന്ന് ട്രേഡ് എടുത്ത് ഇവിടെ എത്തി മാർക്കറ്റ്. അപ്പൊ ബ്രോന്റെ പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ ബ്രോക്ക് $10 ആണ് ലോസ് കാണിക്കുന്നത്. ദിവസം കാണിക്കുന്നത്. ഓക്കെ, ബ്രോ എത്ര ഡോളർ വരെ ആ ലോസ് സഹിക്കും? ഇപ്പൊ 1% നമ്മള് ആണ് നമ്മൾ $50 വെച്ചിരിക്കുന്നത്. അല്ലേ? അതെ, ഉം. $50 വരെ സഹിക്കും. അപ്പൊ അതിനർത്ഥം എന്താണ്? ഈ മാർക്കറ്റ് ഇങ്ങനെ താഴെ വന്ന് ഇവിടം വരെ എത്തണ വരെ ബ്രോ ഈ ട്രേഡ് എക്സിറ്റ് ചെയ്യൂല. ഇവിടെ എത്തി കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക, ആ. എക്സിറ്റ് ചെയ്യുക. അപ്പൊ അതെങ്ങനെ ഈ ടൂൾ വെച്ച് നമ്മൾ കണ്ടെത്തുമെന്നാണ് ഞാൻ ചോദിച്ചത്. അതെ, ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഡിഫൈൻ ചെയ്യുന്നില്ലേ. ഇത് ഉം. നമ്മൾ ടൂള് വെച്ചിട്ട് ഈ 1% അല്ലെങ്കിൽ $50 എന്നുള്ള കാര്യമല്ല നമ്മൾ ഡിഫൈൻ ചെയ്യണേ. ഈ ടൂള് വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യണേ. ഉം. ഓക്കെ, ഈ സ്റ്റോപ്പ് ലോസ് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എത്ര ലോട്ട് സൈസ് ഇവിടെ എടുക്കാൻ പറ്റുകയെന്ന് വിചാരിക്കുക. ഇപ്പം ബ്രോ ഈ ഉം. പറഞ്ഞ പോലെ ബ്രോ ചോദിച്ച കാര്യം എനിക്ക് മനസ്സിലായി. ഇപ്പം ബ്രോ ഇവിടുന്ന് ട്രേഡ് എടുത്തു കഴിഞ്ഞു, ഒരു ലോട്ട് എടുത്തു എന്ന് വിചാരിക്കുക. ഉം. ഓക്കെ, ഒരു ഉം. ലോട്ട്, സിംപ്ലി ഒരു ലോട്ട് എടുത്തു. ബ്രോ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് $50 എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോകാൻ പാടുള്ളൂ എന്ന് വിചാരിച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പം ബ്രോ ഇവിടെ അല്ലേ സ്റ്റോപ്പ് ലോസ് കണ്ടെത്തിയേക്കുന്നേ, സ്റ്റോപ്പ് ലോസ് ഏരിയ. ഉം. ഓക്കെ, ഇവിടെ ഈ സ്റ്റോപ്പ് ലോസ് ഏരിയയിലേക്ക് എത്ര പിപ്പ് ഉണ്ട്? നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. എത്ര പിപ്പ് ഉണ്ട്? അറൗണ്ട് 90 പിപ്പ് ഉണ്ട് അല്ലേ? ഉം. 90 പിപ്പ് മൂവ് ചെയ്താലാണ് സ്റ്റോപ്പ് ലോസ് ഏരിയ എത്തുള്ളൂ. ഓക്കെ, ബ്രോ ഇവിടെ ഒരു ലോട്ടാണ് എടുത്തേക്കുന്നത്. ഒരു ലോട്ട് എടുക്കുക പറഞ്ഞാൽ 5 പിപ്പ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡോളറിന്റെ മൂവ്മെന്റ് അവിടെ വന്നു അതെ. അല്ലെ? അതല്ലേ നമ്മൾ ആദ്യം പറഞ്ഞേ. ഒരു ഉം. സ്റ്റാൻഡേർഡ് ലോട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു പിപ്പ് മൂവ് ചെയ്താൽ $10 പ്രോഫിറ്റ് ഓർ ലോസ് വരും. ലോസ് അപ്പോൾ 5 പിപ്പ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 50. $50 ആയി. ഉം. ഇവിടെ ബ്രോന്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞത് എത്ര പിപ്പിലാ? 5 പിപ്പ് മാറണം. 5 പിപ്പ് മാറിക്കഴിഞ്ഞാൽ $50 ബ്രോന്റെ അക്കൗണ്ടിന്റെ പെർസെൻറ്റേജ് ആയി. നമ്മൾ ഉം. റിസ്ക് ചെയ്യണ എമൗണ്ട് ആയി. പക്ഷെ ഇവിടെ ഉം. റിസ്ക് ചെയ്യണ എമൗണ്ട് മാത്രമാണോ ഇവിടെ നഷ്ടം വരിക? കാരണം സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്ന എവിടെയാ? ഇവിടെ അല്ലേ? ഉം. അപ്പൊ ആക്ച്വലി ഇവിടെ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ട കാര്യം എത്ര ലോട്ട് സൈസ് എടുക്കണം എന്നുള്ളതിലാണ് അല്ലേ? പോവാ. നമ്മൾ ചുമ്മാ കയറി ഒരു ലോഡ് സൈസ് അല്ലെങ്കിൽ ഇത്ര ലോഡ് സൈസ് എടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആ ലോഡ് സൈസ് നമ്മൾ കറക്റ്റ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഉം. കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എത്ര സ്റ്റോപ്പ് ലോസ് ഈ ട്രേഡിൽ വരും എന്നുള്ള കാര്യം നമ്മൾ ആദ്യം കണ്ടെത്തണം ഉം. അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ കണ്ടെത്തി 90 പിപ്പാണ് ഇവിടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പം അത് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം, എത്ര ലോട്ട് എനിക്ക് ഇവിടെ എടുക്കാം എന്നുള്ള കാര്യം കിട്ടും. കാരണം നമ്മൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് തിരിച്ചു വരാം.
ഈ ഒരു വെബ്സൈറ്റിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? 5000 കൊടുത്തിട്ടുണ്ട്. 1% ആണ് റിസ്ക് ചെയ്യണത്, അതായത് $50 ആണ് റിസ്ക് ചെയ്യണത്. ഇനി നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? സ്റ്റോപ്പ് ലോസ് ആണ് കൊടുക്കേണ്ടത്. സ്റ്റോപ്പ് ലോസ് നമ്മളവിടെ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? 90 പിപ്പ്. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് 10 പിപ്പ് എടുക്കാം കേട്ടോ. 90 നമുക്ക് ഇടാം. ഞാൻ ജസ്റ്റ് ആദ്യം 10 പിപ്പ് എന്ന് ഇവിടെ കൊടുക്കാം. 10 പിപ്പായി കഴിഞ്ഞാലാണ് നമ്മുടെ ആ ഒരു അനാലിസിസ് പ്രകാരം സ്റ്റോപ്പ് ലോസ്. ഞാൻ അവിടെ കാൽക്കുലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സൈസിങ് കണ്ടോ? എത്ര ലോട്ട് സൈസ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും? എത്ര ലോട്ട് സൈസ് എടുക്കാൻ പറ്റും? അതാണ് ഇവിടെ എഴുതി കാണിച്ചേക്കുന്നത്. കണ്ടോ? സൈസിങ് എന്ന് പറഞ്ഞിട്ട് 0.5 ലോട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിനർത്ഥം എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ ഒരു ട്രേഡിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട ലോട്ട് സൈസ് 0.5 ലോട്ടാണ്. 0.5 ലോട്ട് ഉപയോഗിച്ചാൽ മാത്രമേ ആ എമൗണ്ട് ആ ഒരു ട്രേഡ് SL അടിച്ചാൽ നമുക്ക് എത്ര ഡോളർ നഷ്ടാവുള്ളൂ? $50 നഷ്ടാവുള്ളൂ. ഈ 0.5 മുകളിലേക്ക് ഇപ്പൊ 0.6 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം എത്ര വരും? 50നേക്കാളും കൂടുതൽ വരും. മനസ്സിലായോ? അപ്പൊ ഈ 50 എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്? നമ്മൾ ഈ ലോഡ് സൈസ് കാൽക്കുലേഷനിലാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. ആ ലോഡ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാർട്ട് എടുത്താണ്ട് ആദ്യം ഈ ഒരു കാര്യം കണ്ടെത്തിയത്, എത്ര സ്റ്റോപ്പ് ലോസ് ഉണ്ട് എന്ന്. ക്ലിയർ ആയോ ബ്രോ? ഓക്കെ. ഇനി ഞാനിവിടെ നമ്മൾ നേരത്തെ കണ്ടെത്തിയ 90 എന്ന് കൊടുക്കാം. ഓക്കെ, 90 എന്ന് കൊടുത്തപ്പോൾ ഇവിടെ ആ 90 പിപ്പാണുള്ളത്. ഈ 90 പിപ്പാണ് സ്റ്റോപ്പ് ലോസിനുള്ളത്. ഓക്കെ, അപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പം എനിക്ക് $50 പോകണമെന്നുണ്ടെങ്കിൽ എത്ര ലോഡ് സൈസ് എടുക്കണം? എത്ര ലോഡ് സൈസ് എനിക്കൂടെ പറ്റുള്ളൂ? 0.06. ഓക്കെ, അതായത് ഇതേതാണ്? മൈക്രോ ലോട്ടാണ്. കണ്ടോ? സ്റ്റോപ്പ് ലോസിന്റെ പിപ്പ് കൂടിയപ്പോൾ സൈസിങ് വീണ്ടും കുറഞ്ഞു. നേരത്തെ മിനി ലോട്ടായിരുന്നു അല്ലേ? 0.5 ആയിരുന്നു കാണിച്ചിരുന്നത് 10 പിപ്പിന്. ഇവിടെ എത്ര എനിക്ക് പറ്റുള്ളൂ? 0.06 പറ്റുള്ളൂ. കാരണം എന്താ? ആ 0.06 ലോട്ട് എടുത്തു കഴിഞ്ഞാലാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയയിലെത്തി ട്രേഡ് എക്സിറ്റ് ആവുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് $50 മാത്രം നഷ്ടാവുള്ളൂ. ക്ലിയർ? എല്ലാവരുടെയും കിളി പോയോ? ഒന്നുകൂടി പറയാം. ചെറുതായിട്ട് കിളികൾ പറന്നുപോയല്ലേ? ഒന്നുകൂടി പറയാം. കുറെ പേർക്ക് ക്ലിയർ ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഓക്കെ, ഈ ഒന്നും കൂടി പറയൂന്ന് പറഞ്ഞ ആൾക്കാർ എവിടേക്കാ ഡൗട്ട് ഉള്ളതെന്ന് പറയാവോ? ഇതിൽ എന്തൊക്കെ മനസ്സിലായി എന്ന് പറയാവോ? പിന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. പക്ഷെ ഞാൻ എന്താ നിങ്ങൾക്ക് റേഞ്ച് ഡൗട്ട്? എടുക്കുന്നു പോയി. മൈൻഡ് എടുക്കൊന്ന് പോയോ? റേഞ്ച് റേഞ്ച്. ഓക്കെ 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 അപ്പൊ ഞാനത് രണ്ടാമത് കയറിയപ്പോഴത്തേക്കും എന്തായാലും ഓക്കെ റെക്കോർഡിംഗ് ക്ലാസ് ഒന്നുകൂടി കണ്ടോളാം. ഓക്കെ ഫൈൻ. എന്നാലും ബാക്കിയുള്ളവര് ഡൗട്ട് എന്താ എവിടെയാണെന്നുള്ളത് പറയാവോ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇതിലിപ്പം ചോദിച്ചോളൂ. സ്റ്റോപ്പ് ലോസ് ഇപ്പം ഇതിൽ കാണിച്ചേക്കുമ്പോൾ 90 പിപ്സ് നമ്മൾ വെക്കുന്നു. ഓക്കെ, ഓക്കെ, അപ്പം $50 ലോസ് വരാം. അത് നമ്മൾ എങ്ങനെ അതായത് കണക്കാക്കുന്നത്? ഈ- ഈ അക്കൗണ്ടിന്റെ സൈസ് നമ്മളിവിടെ ആദ്യം കൊടുക്കുന്നില്ലേ? ഉണ്ട്. ഉണ്ട്. അതിന്റെ എത്ര പെർസെന്റേജ് റിസ്ക് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഡിസിഷനാണ്. ഇപ്പൊ ബ്രോ വിചാരിക്കാണ് എനിക്ക് 50% റിസ്ക് ചെയ്യാം എന്ന് ബ്രോ വിചാരിക്കാണ്. ഓക്കെ, 50% റിസ്ക് ചെയ്യുമ്പോൾ അതിനർത്ഥം എന്താ? ഒരു അക്കൗണ്ടിൽ ഒരു ട്രേഡിൽ നിന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ എത്ര പൈസ പോയി അക്കൗണ്ടിൽ നിന്ന്? 2500 $50. പോയില്ലേ? ഓക്കെ, 50% ആണെങ്കിൽ 2500. അപ്പോൾ രണ്ട് ട്രേഡ് കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ലോസ് ആയി കഴിഞ്ഞാൽ അക്കൗണ്ട് പൂട്ടിപ്പോയോ? പോയി. അപ്പോൾ നമുക്ക് മാക്സിമം ട്രേഡ്സ് എടുക്കണം വേണ്ടേ? അപ്പോൾ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു റിസ്ക് പെർസെന്റേജ് പറഞ്ഞാൽ 1 അല്ലേ? തീർച്ചയായിട്ടും ഏറ്റവും അതെ കുറവാണ്. അതെ, അതുകൊണ്ടാണ് നമ്മളിവിടെ 1 എടുത്തേ. ആ 1ന്റെ എമൗണ്ട് ആണ് ഇവിടെ 50 എന്ന് കാണിച്ചത്. ശരി ശരി ശരി. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, ഇനി ആർക്ക് ഇതിൽ വേറെ എന്തൊക്കെയാ ഡൗട്ട് ഉള്ളത്? $5000 നമ്മുടെ കയ്യിലുള്ള ഇനീഷ്യൽ ക്യാപിറ്റൽ. അതെ, നമ്മളെ കയ്യിലുള്ള എമൗണ്ട് ക്യാപിറ്റൽ ആണ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നമ്മളിപ്പോ ഈ ട്രേഡ് ചെയ്യുമ്പോൾ ആക്ച്വൽ സിനാരിയോ നമ്മൾ ഇതിൽ നിന്ന് മാറ്റം ഉണ്ടാവില്ല. കാരണം ഇപ്പൊ നമ്മൾ ഉദാഹരണം സ്റ്റോപ്പ് ലോസ് ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ലിപ്പർ എൻട്രി നമുക്ക് കിട്ടി. ആ ഓക്കെ, സ്ലിപ്പർ എൻട്രി മേ ബി ഒരു $10 ആയിരിക്കാം, അത്രേ വരത്തുള്ളൂ.
ചിലപ്പോൾ നമ്മൾ ചില അതായത് സ്റ്റോപ്പ് സാഹചര്യങ്ങളിൽ ലോസ് $10 വരുന്നുള്ളൂ വരുന്നുള്ളൂ. സ്നിപ്പറിന്. ഓക്കെ. അല്ലേ? പക്ഷെ നമ്മൾ ചില സമയത്ത് നമുക്ക് വൈഡർ ഏരിയയിലേക്ക് പോകേണ്ടി വരും. അപ്പൊ നമ്മൾ വൈഡർ ഏരിയയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച നമ്മുടെ ഈ ക്യാപിറ്റൽ അനുസരിച്ച് വരാറുള്ളത് അതിലും കൂടുതൽ ഇപ്പൊ ചിലപ്പോ ഒരു 15 അതായത് നമുക്ക് ഇപ്പോ ഇപ്പൊ സപ്പോസ് ഇപ്പോ ഇവിടുന്ന് ആദ്യം ഇനീഷ്യലി ചെയ്തപ്പോ ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് വിചാരിച്ചത്. ഓക്കെ. ആ അപ്പോ ഒരു 60 പിപ്പ് ഒരു ആ ഇതില്. ഓക്കെ. അപ്പം ആ പക്ഷെ പിന്നെ വീണ്ടും അനാലിസിസ് നടത്തിയപ്പോൾ മനസ്സിലായി മാർക്കറ്റ് ഇവിടെയും കൂടിയൊക്കെ വന്നിട്ടായിരിക്കും മുകളിലേക്ക് പോവാന്ന് മനസ്സിലായി ബ്രോക്ക്. അതെ 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 അതായത് ഓക്കെ. നമ്മുടെ എക്സൽ 100 ചെയ്തിട്ട് എസ് പോകുള്ളൂ. എൽ 100 ചെയ്തിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ബ്രോക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു ട്രേഡ്, ഈ ഒരു എസ് എൽ എന്ത് ചെയ്യേണ്ടി വരും? കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും. മോഡിഫൈ ശരിയല്ലേ? ചെയ്യണം. അത് ഓക്കെ. അങ്ങനത്തെ സിനാരിയോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സിനാരിയോ നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടത് നമ്മുടെ സ്ട്രാറ്റജി വെച്ചിട്ടാണ്. അതായത് നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ബ്രോന്റെ മിസ്റ്റേക്ക് കൊണ്ടല്ലേ ഇവിടെ ആദ്യം എസ് എൽ വെച്ചേ? അതെ 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 ഞാൻ ഓക്കെ. ആദ്യം തന്നെ ശ്രദ്ധിക്കാതെ ഡ്രോയിലേക്ക് ശ്രദ്ധിക്കാത്തോണ്ടല്ലേ ബ്രോ ചാടിക്കളഞ്ഞു. ഇവിടെ എസ് എൽ വെച്ച്? പിന്നെ അല്ലേ അതെ മനസ്സിലായി ഇങ്ങോട്ടേക്ക് വന്നിട്ടാണ് പോവാന്നുള്ള മനസ്സിലായേ? അതെ അപ്പോ അതെ ഫസ്റ്റ് അതെ തിങ് അക്സെപ്റ്റ് എന്നുള്ള കാര്യമാണ്. അതെ ഇത് അക്സെപ്റ്റ് അതെ ചെയ്യാം. കാരണം ഇവിടെ ബ്രോ കൊടുക്കുന്ന പറഞ്ഞാൽ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ലോസ് ആണ്. $50 ബ്രോന്റെ അതെ അക്കൗണ്ടിൽ നിന്ന് പോവുള്ളൂ. പിന്നെ അതെ ബ്രോക്ക് അവിടെ റീ എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആ $50 ഉണ്ട്. അവിടെ കവർ ചെയ്തൂടെ? കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പൊ ഉണ്ട്. പക്ഷെ പക്ഷേ എനിക്ക് ഉം, എപ്പോഴും പറ്റാറുള്ളത് എന്റെ ആ ഈ സ്റ്റോപ്പ് ലോസ് ഹൺഡ്രഡിന്റെ പോകാറുണ്ട്. കാരണം വെച്ചാല് പിന്നീട് മാർക്കറ്റ് ഞാൻ അനലൈസ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് ഇവിടെയും കൂടി വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ആ നമുക്കത് കുറച്ചുകൂടി ഓക്കെ. നേരത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യം വരും. അത് ആക്ച്വലി രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ബ്രോ. ഒന്ന് നമ്മുടെ ബാക്ക് ടെസ്റ്റ് എന്ന് പറയും. നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഒരു റൂട്ടിന് നമ്മളിങ്ങനെ പോവാണ്. ഓക്കെ. ഒരു ഒരു വഴി കൂടെ നമ്മളിങ്ങനെ പോവാണ്. നമുക്കറിയില്ല ആ വഴിന്റെ റൂട്ടും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഓക്കെ. നമ്മൾ ആദ്യമായിട്ടാണ് ആ റൂട്ട് കൂടെ പോണേ. അപ്പോൾ അവിടെ വരുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടേൺസ്, അതേപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹമ്പുകൾ, ആ റൂട്ടിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുമോ? ഇല്ല. ഇല്ല 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 ഇല്ല. ഇല്ല ഇല്ല. പകരം നമ്മളെ നാട്ടിലുള്ള വഴിയാണ്, നമ്മളെ വീട്ടിലേക്ക് സ്ഥിരം പോണ വഴിയാണ്. ആ റോട്ടിൽ ചെറിയ ചെറിയ കുണ്ടും കുഴിയും വരെ നമുക്ക് പരിചയം ഉണ്ടാവും, അല്ലേ? അതെ 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 സെയിം കാര്യം ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. അതായത് നിങ്ങൾ എത്രത്തോളം ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, എത്രത്തോളം ചാർട്ട് നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടോ, അത്രത്തോളം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ നോളജ് തന്നെയാണ് അവിടെ വർദ്ധിക്കുക. ഓക്കെ. പക്ഷെ ഞാൻ ഈ ബാക്ക് ടെസ്റ്റ് നമ്മളിങ്ങനെ ഇങ്ങനെ പ്രീവിയസ്ലി നോക്കുമ്പോൾ നമ്മളൊരു ഹയർ ടൈം ഫ്രെയിം നോക്കി, ഒരു മിഡ് ടൈം ഫ്രെയിമിൽ നമ്മൾ അതിന്റെ ട്രെൻഡ് നോക്കി, പിന്നെ ഏറ്റവും ഒരു 50 മിനിറ്റ്സിലായിരിക്കും നമ്മൾ അതിന്റെ ഒരു എൻട്രി നമ്മൾ പ്ലാൻ ചെയ്യണം. പക്ഷെ ഇത് പ്ലാൻ ചെയ്യുമ്പോൾ മിക്കപ്പോഴും അത് ഫ്രഷ് എൻട്രി ആണെങ്കിൽ പോലും ഞാൻ ചെയ്യുന്നത് കൂടുതലും ഗോൾഡാണ്. പക്ഷെ ഫ്രഷ് എൻട്രി ആണെങ്കിൽ പോലും അവിടെ നിന്ന് എക്സല് ഫണ്ട് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ നമ്മുടെ എക്സ്പ്രഷണൽ മാർക്കിംഗ് എന്നുള്ളതിന് ഇപ്പൊ ഒരു റാലി ബേസ് റാലി എന്നുള്ള ഒരു പാറ്റേണിലാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു ക്യാൻഡിലിന്റെ താഴെ ആയിരിക്കും നമ്മൾ ഇപ്പൊ സ്റ്റോപ്പ് ലോസ് ഫേസ് ചെയ്യുന്നത്. പക്ഷെ ചിലപ്പോൾ നമ്മൾ വെക്കുമ്പോൾ ചിലപ്പോൾ ആ എൻട്രി ട്രിഗർ ആവില്ല, ചിലപ്പോൾ എൻട്രി ട്രിഗർ ആവും, എന്നിട്ട് മേളിലേക്ക് പോകും, എന്നിട്ട് പിന്നെ അപ്പൊ ഓക്കെ. ഒരു പ്രാവശ്യം ടെസ്റ്റ് ആയല്ലോ, പിന്നെ അതെ. ഒരു സെക്കൻഡ് ടെസ്റ്റ് കൂടി തന്നിട്ട് തേർഡ് ടെസ്റ്റിൽ മൊത്തത്തിൽ അടിച്ചു വാരി തൂത്ത് മേളിലേക്ക് പോകുന്ന സാഹചര്യമാണ്. ഓക്കെ. അതൊക്കെ ആക്ച്വലി നമ്മൾ ആ ഒരു സ്ട്രാറ്റജി എന്നുള്ള കാര്യം ഒന്നും കൂടി റിഫൈൻ ചെയ്യണം. ആ ഒരു സ്ട്രാറ്റജി നമ്മൾ ചൂസ് ചെയ്യണ സ്ട്രാറ്റജിയിൽ അപ്പോൾ വിഷയം ഉണ്ടായിട്ടല്ലേ അങ്ങനെ വരുന്നത്? അതെ 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 അതെ. അപ്പം നമ്മളിപ്പോ ഇവിടെ നമ്മളൊരു SMC കോഴ്സ് അവൈലബിൾ ആണ് നമുക്ക്, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അതെ ഈ SMC നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ചാർട്ടിൽ മുമ്പും ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് എന്തോരം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ ലൈവ് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് മാത്രം നമ്മൾ ഇതിൽ എന്ത് ചെയ്യുക? ഈ ഒരു സ്ട്രാറ്റജി ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിപ്പോ സാറിന്റെ ക്ലാസ് തുടങ്ങിയിട്ട് നമ്മള് ട്രേഡിംഗ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു, കംപ്ലീറ്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു, നമ്മളെ ഓക്കെ. ഫുള്ള് ഡിലീറ്റ് ചെയ്തു, നമ്മള് സീറോ എന്നാണ് തുടങ്ങുന്നത്. നമുക്കൊന്നും അറിയില്ല, ആ ഒരു കൺസെപ്റ്റിലാണ് നിൽക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ് ബ്രോ അപ്രോച്ച് ചെയ്യേണ്ടത്. നമുക്ക് ഒരു കാര്യവും അറിയില്ല, നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന കോലത്തിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഇപ്പോ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞപ്പോ ഒരുപാട് സമയമായി, 1.5 മണിക്കൂറായി. നിങ്ങൾക്ക് തന്നെ ബോർ അടിക്കുന്നുണ്ടാവും. പിന്നെ ഇല്ല 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 ലൈക്ക് ഇല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല. ഓക്കെ. അപ്പോ ബോറൊന്നുമില്ല.
ഓക്കെ ഫൈൻ. അപ്പൊ ഇതിൽ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആ ഒരു സ്ട്രാറ്റജിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം ബ്രോ. ഇപ്പൊ ചോദിച്ച ആളല്ലേ, നമുക്ക് അവിടെ വന്നിട്ട് ഒന്നുകൂടി റിഫൈൻ ചെയ്യാം. അപ്പൊ നമ്മൾ ബേസിക്സ് അല്ലേ തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ. ഇപ്പോ ഇതിൽ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരുന്നുണ്ടോ? ഈ ഒരു സ്റ്റോപ്പ് ലോസ് കാണുന്നതും അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു പൊസിഷൻ സൈസ് ചെയ്യണം, ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് മനസ്സിലായോ? ഒരു കാര്യം ചോദിച്ചോളൂ. ഇപ്പൊ നമ്മൾ ഈ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മൾ സ്ട്രാറ്റജി നമ്മൾ കണ്ടെത്തി വരുമ്പോൾ ചിലപ്പോൾ ഇത്രയും സ്റ്റോപ്പ് ലോസ് ചെയ്യേണ്ടാത്ത സാഹചര്യം വരുമല്ലോ. ഇത്ര ഫണ്ട് വേണ്ട. 50 നമുക്ക് 20-30 നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഇല്ല. അതൊക്കെ ആ ഒരു സ്ട്രാറ്റജി ബേസ്ഡ് ആക്കിയിട്ടാണ്. അതായത് ആ ഒരു സ്ട്രാറ്റജി എന്താണോ നമ്മളോട് പറയുന്നത് ആ രീതിന്റെ അതിനൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാവും, അതിനൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. അത് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക ബ്രോ. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി എല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാവരും ചാറ്റ് ബോക്സിൽ ഒന്ന് പറയൂ. ഓക്കെയാണ് ഓക്കെയാണ്. ഒന്നും കൂടി ഒന്ന് ഓക്കെ ചാറ്റ് ബോക്സിൽ ഒന്ന് പറയൂ. ചാറ്റ് ഓക്കെ. ബോക്സ് എല്ലാവരും ഒന്ന്. ഓക്കെയാണ്. ഓക്കെ, യെസ്. നമുക്ക് ഈ ക്ലാസ് ഗ്യാപ്പ് ഓൾട്ടർനേറ്റീവ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഡെയിലി ഉണ്ടാവും? എന്താ വെച്ചാല് ഈ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കും കൂടി ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒരു ഗ്യാപ്പ് ഇടുന്നത്. ഓക്കെ, ഫ്രഷ് ആയിട്ട് വന്നിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഓക്കെ. നമുക്കിപ്പോ ഫ്രൈഡേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ഫ്രൈഡേ ഇന്ന് വെനസ്ഡേ അല്ല, സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ആയിരിക്കും കേട്ടോ. ഓക്കെ. കാരണം വേറൊന്നുമല്ല, നമുക്ക് ഒരുപാട് വർഷം കളഞ്ഞിട്ട് പുറകെ. ഓക്കെ, നമുക്ക് സെറ്റ് ആക്കി എടുക്കാം ബ്രോ. ഓക്കെ. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഓക്കെ, നമുക്ക് ഇന്ന് ഇവിടെ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ഇന്ന് ഇതും കൂടി പറയണമെന്ന് വിചാരിച്ചിരുന്ന, പക്ഷെ കുറച്ച് ലെങ്തി ആയിപ്പോയി. എനിവേ അടുത്തൊരു സെഷൻ കൂടി നമുക്ക് ഈ ഒരു ബേസിക്സ് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എൻഡ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ഒരു സെഷൻ കൂടി ഈ പറയുന്ന എൻ്റെ ഈ തിയറി പാർട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ അതോട് കൂടിയിട്ട് ബേസിക്സ് മൊത്തം നമുക്ക് തറവാക്കിയിടാം. ഓക്കെ, ആ ഒരു സെഷൻ കൂടി. ബ്രോ ഇപ്പൊ നോമ്പായത് കൊണ്ടാണ് ബ്രോ, അല്ലെങ്കിൽ ഓക്കെ ഈ PDF കുറച്ച് റൈറ്റിംഗ് എറേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. ക്ലാസ് പിന്നെ നമുക്ക് ഈ ബേസിക്സ് കഴിഞ്ഞ എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് നൈറ്റ് ആയിരിക്കും കേട്ടോ. 7 or 8 PM ഇപ്പോൾ മാത്രമേ ഈ ബേസിക്സ് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വരുന്നുള്ളൂ. ഓക്കെ. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിച്ച കാര്യം ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുക. നമ്മൾ കറൻസി പെയർ എന്താന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? അത് അറിഞ്ഞു. ഓരോ ടൈപ്പ് നമ്മൾ പറഞ്ഞു അല്ലെ? മേജർ കറൻസി പെയർ എന്താണ്, മൈനർ കറൻസി പെയർ എന്താണ്, എക്സോട്ടിക് കറൻസി പെയർ എന്താണ് അല്ലെ? പിന്നെ ഫോറക്സ് മാർക്കറ്റ് സെഷൻസ്, ഡിഫറെന്റ് സെഷൻ ഉണ്ട്. ആ സെഷനിൽ നമ്മൾ ആ ബേബി പിപ്സ് എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് എങ്ങനെയാണ് അതിന്റെ ഓരോ വോളറ്റൈലിറ്റി, അതിൽ വരുന്ന മൂവ്മെന്റ്സ് എന്നുള്ള കാര്യം അവിടെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? ഡൗട്ട് ഉണ്ടോ ഈ ഭാഗത്ത്? എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടോ? ഇല്ലല്ലോ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? പിന്നെ ഹലോ ഗൈസ്, ഇവിടെ ഇല്ലേ എല്ലാരും? കേൾക്കാൻ പറ്റുന്നില്ലേ? പറഞ്ഞോളൂ ബ്രോ, കേൾക്കാം. ഓക്കെ, നിങ്ങൾ ഇങ്ങോട്ട് ആന്ന് പറയാതെ എനിക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല കേട്ടോ. ഓക്കെ. ഓക്കെ. പിന്നെ നമ്മൾ വിപ്പറ്റിന്റെ കേസൊക്കെ പറഞ്ഞു. അതിനുശേഷം ലാസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ലോഡ് സൈസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എന്താണ് ലോഡ് സൈസ് എന്ന് പറഞ്ഞു, എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതിന് ഈ ഒരു ട്രേഡിംഗ് വ്യൂ എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ എങ്ങനെ പിപ്പ് സിമ്പിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞായിരുന്നു സാറേ? ഏതാ? ഫോറക്സ് ഫാക്ടറി. ഇല്ലല്ല, അതൊക്കെ നമ്മൾ ഇനി ഇതിൽ വരുന്നേ ഉള്ളൂ. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് പറയാം. അത് ഫണ്ടമെന്റൽസ് വരുമ്പം അതിൽ പറയാം കേട്ടോ. ഓക്കെ. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ആ ഇപ്പൊ ഞാൻ എന്റെ ട്രേഡിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ ഈ ഒരുപാട് പേരുടെ സിഗ്നൽസ് എടുത്തോണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ഓക്കെ. നമ്മള് അന്നത്തെ അപേക്ഷിച്ച് വെച്ച് നമ്മൾ ഇന്ന് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജേർണിയിൽ നമ്മളൊരു ഔട്ട് ഓഫ് 100 നമ്മളൊരു 60-70% എത്തിയെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ മനസ്സിലായി 60 എന്നല്ല, നമ്മൾ 10% പോലും ആയിട്ടില്ല. ഓക്കെ. നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് ഒരാളുടെ കൈകാര്യം പിടിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും.
ആക്ച്വലി നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് അതാണ്. അതായത് ഇൻഡിവിജ്വൽ ട്രേഡേഴ്സിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വിഷൻ. ഓക്കെ, കാരണം അറ്റ് ദ ഫൈനൽ ആ ഒരു എൻഡ് ഓഫ് ദ ഡേ ആക്ച്വലി നിങ്ങളുടെ അക്കൗണ്ടാണ്, നമ്മളുടെ അക്കൗണ്ട് അല്ല, അല്ലെ? നിങ്ങളുടെ അതെ ക്യാഷ് അതെ ആണ്. അപ്പം നിങ്ങൾക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ടി പി ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ. അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റഡ് ലോസ് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിനൊരു ബെനിഫിറ്റ് ഉള്ളൂ. ശരിയല്ലേ? അതെ അപ്പോൾ അതെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താവണം, ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രേഡേഴ്സ് ആണ്. ഒരിക്കലും ഒരു സിഗ്നൽ ഗ്രൂപ്പിൽ വന്നാണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കുറെ ആൾക്കാർ അവരുടെ അനാലിസിസ് എന്താണോ എന്ന് വിചാരിച്ചിട്ട് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. കാരണം നമ്മൾ ഒരു സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മുടെ ചാർട്ടിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫറൻസിന് വേണമെങ്കിൽ നോക്കാം. ഒരിക്കലും അത് ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യരുത്. ഇപ്പൊ വേറെ ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾ ബൈ ആയിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക, ഇപ്പൊ വേറെ ആൾക്കാർ സെല്ല്. സെല്ലായിരിക്കും. അപ്പോൾ നമ്മൾ അപ്പൊ നമ്മൾ കൺഫ്യൂഷൻ ആയി. സെല്ലെടുക്കും ആക്ച്വലി ആ, ഉദ്ദേശം ആ സെല്ലെടുക്കും എന്നിട്ട് എന്ത് ചെയ്യും സെല്ലെടുക്കും, നമ്മൾ നമ്മളെ ബൈ വ്യൂ ആയിരിക്കും എന്നിട്ട് അവിടെ നമ്മുടെ ബൈ വിൻ ചെയ്യും. ആർന്ന് കറക്റ്റ് നമ്മുടെ ബൈ അപ്പൊ ആർന്ന് നമ്മൾ പിന്നെ എന്ത് കറക്റ്റ്. ചെയ്യുക, ഇൻഡിവിജ്വൽ വ്യൂ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ട്രേഡർ ആവണം എന്നുള്ള എയിം വെക്കുക. നമ്മുടെ അനാലിസിസ് കറക്റ്റ് ഫോളോ ചെയ്യുക. അതിന് ഓരോ റൂൾസ് ഉണ്ട്. SMC-യിലാണെങ്കിലും ICT-യിലാണെങ്കിലും CRT ആണെങ്കിലും വാട്ടെവർ, അതിനൊക്കെ ഓരോ ചെക്ക് ലിസ്റ്റ് ഉണ്ട്, റൂൾ ഉണ്ട്. അത് വന്നാൽ മാത്രം ട്രേഡ് എടുക്കുക. അത് വന്ന് ട്രേഡ് എടുത്ത് SL ആയാലും TP ആയാലും നിങ്ങൾ എന്തുകൊണ്ട് SL ആയി എന്തുകൊണ്ട് TP ആയി എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള റീസൺ നിങ്ങൾക്ക് പറയാൻ പറ്റണം. അപ്പോൾ മാത്രമേ നിങ്ങൾ ഇൻഡിവിജ്വൽ ട്രേഡർ ആവുള്ളൂ. ഒരിക്കലും ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു വേറൊരു ഇൻഫ്ലുവൻസറെ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് അയാളുടെ അനാലിസിസ് മാത്രം നോക്കി നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾ അത് റെഫറൻസിന് വേണ്ടി ചൂസ് ചെയ്യാം. മനസ്സിലായോ? ഇപ്പം നമ്മളെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ട്രേഡേഴ്സ് ഉണ്ട് ഈ ഒരു വേൾഡിൽ, അല്ലേ? അവരുടെയൊക്കെ ചിലപ്പോൾ ലെവൽസ് അല്ലെങ്കിൽ അവരുടെയൊക്കെ ടീച്ചിങ്സ് നിങ്ങൾക്ക് ഞാ- കേൾക്കാം. ഞാ- ഞാൻ പക്ഷെ ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് അവർ ഞാൻ ഇടയ്ക്ക് പറഞ്ഞതാണ് പെട്ടെന്ന് പറഞ്ഞതാണ് അവരുടെ എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യാണ്ടാണ് അവർ ചെയ്യുന്നത്. കാരണം അവരുടെ ബാക്ക് ഓഫ് ഫണ്ട് ഉണ്ട്. അപ്പൊ ആ ആ അവരെടുക്കുന്ന ലോസ് റേറ്റ് വലുതായിരിക്കും. അപ്പൊ അവർക്ക് ഇപ്പൊ ഒരു അറിയാം വിക്ക് വരും അവിടെ വരെ വിക്ക് വരും അവർക്ക് എന്നിട്ട് അറിയാം ചിലപ്പോൾ മാർക്കറ്റ് അതെ, അത് മാനിപ്പുലേഷനിലേക്ക് പോകുമ്പോൾ അറിയാം. എക്സ്പീരിയൻസ് ആണ്, മാർക്കറ്റ് എക്സ്പീരിയൻസ് ആണ്. അത് എത്രത്തോളം അപ്പൊ നമുക്ക് അതിൽ അവര് എക്സ്പീരിയൻസ് ഉണ്ടോ അതാണ് കാര്യം. ചെയ്യണ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിക്ക് വന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായി. പക്ഷെ അവർ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ടാർഗറ്റ് ഫുള്ളായി ടാർഗറ്റ് അച്ചീവ് ആയിട്ടും പറയാം ആ, അവരുടെ അതെ, അതെ. ആ ഒരു ഇത്. അപ്പൊ നമ്മ വണ്ടന്മാരായി. അപ്പൊ നമ്മൾ അവര് ആക്ച്വലി സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യം അതല്ല, നമ്മൾ നമ്മുടെ അനാലിസിസ് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് അവിടെ. അതെ 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 അല്ല സാറ് തന്നെ ശരിക്കും പറയട്ടെ സാറേ. ഇന്നത്തെ ഇപ്പൊ ഈ ഒരു മാർക്കറ്റിൽ നിങ്ങളെ പോലെ ആൾക്കാർ വന്നതിന് തൊട്ട് മുന്നേ വരെ നമ്മൾ പലവരെയും പല രീതിയിൽ ഞാൻ ആശ്രയിച്ചിട്ടുണ്ട്. പല ഗ്രൂപ്പിലും ഞാൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സ്ട്രാറ്റജി ഒരു ബിൽഡപ്പ് ചെയ്ത് നമ്മൾ ചെയ്തപ്പോഴും നമ്മൾ ഇടക്ക് പ്രോഫിറ്റ് ആറുണ്ട്, ഇടക്ക് നമ്മൾ അതെ, അതെ. ലോസ് പോകാറുണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു വീക്കിലൊക്കെ ഞാൻ $200-300 ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കി. പക്ഷെ നെക്സ്റ്റ് വീക്കിൽ ഞാനത് കൊണ്ട് കളയാറുണ്ട്. പക്ഷെ നമുക്ക് ഇതിന് ഉണ്ടാക്കിയ ഒരു ചരിത്രം നമ്മുടെ ലൈഫിലുണ്ട്. പക്ഷെ അത് ഉം, ഉം. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് അതെ, അതെ. കളയാൻ പറ്റുന്നത് നമുക്ക് നമ്മൾ അതിൽ എത്രാമത്തെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആയിരിക്കും ചിലപ്പോൾ അതിൽ കൂടുതലായിട്ടുണ്ടാവുക. എനിവേ, നമ്മൾ അതിന് കൂടുതലും ഫോക്കസ് ചെയ്യാറുണ്ട് ഇൻഡിവിജ്വൽ ട്രേഡർ ആവാൻ വേണ്ടി ഫോക്കസ് ചെയ്യുക. സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. ആ സ്ട്രാറ്റജിയിലെ ഓരോ ചെക്ക് ശരിക്കും ലിസ്റ്റ് വന്നാൽ ഇതിനകത്ത് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിവിടെ ഫോറസ്റ്റ് മാർക്കറ്റ് ഹവേഴ്സ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഫോറസ്റ്റ് മാർക്കറ്റ് ഹവേഴ്സ്. അപ്പം അതിൽ തന്നെ നമുക്കറിയാം നല്ല മൂവ്മെന്റ് വരുന്ന രണ്ട് ടൈം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, ലണ്ടൻ സെഷൻ, ന്യൂയോർക്ക് സെഷൻ. അപ്പോൾ ഈ രണ്ട് സെഷനും നമ്മൾ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാ ടൈമും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മാർക്കറ്റിന്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് നോക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? നമുക്ക് ഇവിടെ മാക്സിമം സ്ക്രീൻ ടൈം കുറക്കണം. ഓക്കെ, എല്ലാ ടൈമിലും നമ്മൾ മാർക്കറ്റിന് മുന്നിൽ ഇരുന്നാൽ നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത ഓരോ സെറ്റപ്പ് ഉള്ളതായിട്ട് തോന്നിയിട്ട് നമ്മൾ ട്രേഡ് എടുക്കും. നമ്മൾ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കും. ഓക്കെ, ഓൾസോ നിങ്ങൾക്ക് ഈ ഒരു മൺഡേ ടു ഫ്രൈഡേ ആണ് മാർക്കറ്റ് ടൈമിങ്സ് ഉള്ളത്. ഈ ടൈമിങ്ങിലാണ് നിങ്ങൾക്ക് ഇവിടെ ആക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ സാറ്റർഡേ സൺഡേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ടിൽ നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ആയിട്ട് ഇൻവോൾവ് ആവണം. നിങ്ങളുടെ ഫ്രണ്ട്സ്, അല്ലേ? നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള ആൾക്കാരായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ നടത്തണം. അതിനുള്ളൊരു സമയം നിങ്ങൾ അവിടെ കണ്ടെത്തണം. ഓക്കെ, നമ്മൾ ട്രേഡർ ആണെന്ന് വിചാരിച്ചിട്ട് 24/7 നിങ്ങൾ ഈ ചാർട്ടിന് മുന്നിൽ അങ്ങനെ ഇരുന്ന് ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ മെന്റാലിറ്റിയെ അത് നല്ല രീതിയിൽ ബാധിക്കാൻ ചാൻസ് ഉണ്ട്.
ഓക്കെ, നമ്മൾ ഈ വക കാര്യങ്ങളൊന്നും ഇവിടെ മറന്നു പോകരുത്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചാർട്ടിന് മുന്നിലിരുന്ന് സമയം കളയുക മാത്രമല്ല, അത് നമ്മുടെ ലൈഫ് സ്റ്റൈലും കൂടി ബെറ്റർ ആക്കാൻ പറ്റുന്ന ഒന്നാണ്. അത് ആ രീതിയിൽ യൂസ്ഫുൾ ആക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രേഡിംഗ് അവേഴ്സ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എല്ലാ ടൈമിലും മാർക്കറ്റിന് മുന്നിൽ ഇരിക്കേണ്ട. ഓരോ എസ്പെഷ്യലി ഓരോ മൊമെന്റ്സ്, ഓരോ ടൈമുകളുണ്ട്, ഓരോ മണിക്കൂറുകളുണ്ട്. ആ ടൈമിൽ മാർക്കറ്റ് നമ്മുടെ ഏരിയയിൽ എത്തിയോ ഇല്ലേ എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ അവിടെ നോക്കേണ്ട കാര്യമുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ സാറ്റർഡേ സൺഡേ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി മാറ്റി വെക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി മാറ്റി വെക്കുക. ഓൾസോ നമ്മൾ ഈ ഒരു ട്രേഡിംഗ് വീക്ക് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫ്രൈഡേ കഴിഞ്ഞാൽ ആ വീക്കിൽ നമ്മളെടുത്ത ട്രേഡുകളൊക്കെ അനലൈസ് ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് മാത്രം സാറ്റർഡേ സൺഡേ യൂസ് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള ദിവസങ്ങളിൽ പ്രത്യേക 4 മണിക്കൂർ മാക്സിമം അല്ലെങ്കിൽ 3 മണിക്കൂർ മാക്സിമം നിങ്ങൾ ചാർട്ടിന് മുന്നിൽ ഇരിക്കുക. 24 മണിക്കൂറും ചാർട്ട് ഏത് സമയം ചാർട്ട് എന്ന രീതിയിൽ ഇരുന്ന ഒരു അഡിക്ഷൻ ഒക്കെയാണ്, പക്ഷേ ഓവറായിട്ട് അഡിക്റ്റ് ആവരുത്. മനസ്സിലായോ? ബിഗിന്നർ സ്റ്റേജിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാവുന്ന വലിയൊരു കാര്യമാണ്. ഇങ്ങനെ ചെയ്താൽ ഒരുപാട് ബാഡ് എൻട്രീസ് നിങ്ങൾക്ക് ഇതൊന്ന് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? ഹലോ. അതെ ബ്രോ. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം കൂടി നിങ്ങളുടെ ട്രേഡിംഗ് ജേണിയിൽ ഉൾപ്പെടുത്തുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈമായി, നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ എൻഡ് ചെയ്യാം. ഓക്കെ, എന്തി പറയുന്നുണ്ടോ? കേൾക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ ഇവിടെ എൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, ഓക്കെ ആണോ? ഈ സെഷൻ മനസ്സിലായോ? എന്താണ് നിങ്ങളുടെ ഒരു കാര്യങ്ങൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയണേ. നമുക്ക് നല്ല ക്ലാസ് ആയിരുന്നു, എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഓക്കെ, നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാം, ലൈക്ക് നിങ്ങളുടെ ഈ ഒരു സെഷൻ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായോ, എന്താണ് അവസ്ഥ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അറൗണ്ട് 30 പീപ്പിൾസ് ഇതിലുണ്ടല്ലോ. ഈ ഒരു ടൈമായിട്ട് നിങ്ങൾ ഇത്രയും പേര് വന്നല്ലോ. താങ്ക് യു. ഓക്കെ ഓക്കെ, ക്ലിയർ ആണ്. താങ്ക്സ്. ഓക്കെ, സൂപ്പർ സെഷൻ ആയിരുന്നു. ഇതിനേക്കാളും ബെറ്റർ ആണ്, ക്ലിയർ ആണ്, സൂപ്പർ. ഓക്കെ, ക്ലിയർ ആണ്. നമുക്ക് ഈ ക്ലാസ് ഒരു ട്രേഡ് എടുക്കാൻ ക്ലാസ്സിന്റെ ഇടയിൽ എത്ര ടൈം എടുക്കും? ഒരു 1 മന്തിനുള്ളിൽ എടുക്കാൻ പറ്റും ആ ലെവലിലേക്ക് ക്ലാസ് എത്തിയത്? 1 മന്തിനുള്ളിൽ നമ്മൾ എന്തായാലും എൻഡ് അപ്പ് ചെയ്യും ബ്രോ. ലൈക്ക് നമ്മൾ ഇപ്പൊ ഈ ഒരു നോമ്പിന്റെ ടൈം ആയതുകൊണ്ടാണ് ഇത്ര ഡിലേ വരുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് നിങ്ങൾ ഇത് ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞ് നിങ്ങളത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങേണ്ടത്. ഓക്കെ, ചിലർക്ക് ഈ ഒരു സ്ട്രാറ്റജി ഒക്കെ ബേസ് സെറ്റായി കഴിഞ്ഞതിന് ശേഷം തന്നെ ചിലപ്പം പെട്ടെന്ന് ഒരാൾ ഇതിൽ ക്യാച്ച് ചെയ്യാവും, ചിലർക്ക് 1 മാസം ടൈം എടുക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നമുക്ക് ആദ്യം ട്രേഡ് എടുത്ത് തുടങ്ങാം. ആ ഒരു ബിഗിനർ സ്റ്റേജിൽ നിന്ന് തന്നെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകാം. അതായിരിക്കും നല്ലൊരു മൂവ്മെന്റ്. ഓക്കെ, ഓ ഷുവർ, ഞങ്ങളെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും. ഓക്കെ, സോ എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ എൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത സെഷൻ ആയിട്ട് കാണാം. ഓക്കെ.